ഇത് ഏത് ചാപ്റ്റർ? 3ന്റെയും 4ന്റെയും മൊഡ്യൂൾ ഉള്ളതാ? ഇത് പുതിയ മൊഡ്യൂളിലെ ചാപ്റ്റർ 4 അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും PDF കിട്ടിയോ? ഇല്ല. Good morning, ma'am.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. മാം ഇത് നമ്മൾക്ക് തന്നിട്ടുള്ള ചാപ്റ്ററിൽ തന്നെയാണോ? മൊഡ്യൂൾ 1 and 2 തന്നെയാണോ? മൊഡ്യൂൾ 1 and 2 അല്ല, നമ്മൾ ഇനിയിപ്പോ മൊഡ്യൂൾ 1 and 2 എക്സാം അല്ലേ കഴിഞ്ഞത്. ഇനിയിപ്പോ നമ്മള് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂളാണ് ഇതോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. PDF ഇപ്പൊ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്, സെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കാമോ, ഒന്ന് ചെക്ക് ചെയ്യാമോ? PDF തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിന്റെ PDF അയച്ചിട്ടുണ്ട് മാം. അപ്പോ അത് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇൻഷുറൻസ് അങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അത് ഇതിൽ ഉൾപ്പെടുന്നതല്ലേ? അപ്പൊ ആണല്ലോ. അതെ, തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിന്റെ ആണ് ഇനി പുതിയതായിട്ട് PDF നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവും. PDF ഇപ്പൊ ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യാമോ? ക്ലാസ് റൂമിലാണ്. ഉണ്ട് നിജിയ, വെയിറ്റ് ചെയ്യും നിങ്ങള്. എല്ലാവരും വന്നിട്ടുണ്ടാവും. നമ്മൾ ഒരുമിച്ചാണല്ലോ വായിക്കുന്നത്. ക്ലാസ് റൂമിലാണോ? ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്. ക്ലാസ് റൂമിലാണ് അല്ലേ വന്നിരിക്കുന്നത്? ആണോ? അതെ 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 മാം, ക്ലാസ് റൂമിലാണ് വന്നിരിക്കുന്നത്. ക്ലാസ് റൂമിലാണ് കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണല്ലോ. സാധാരണ അവര് നേരിട്ട് വാട്സപ്പ് വഴി അയച്ചു തരാറുണ്ട്. അതാണ് പറഞ്ഞ വന്നിട്ടില്ല. അപ്പോ നമുക്ക് ഇനിയും നമ്മുടെ ഈ നോട്ട്സിൽ എടുക്കാത്ത ചാപ്റ്റേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണോ മാം? ഇല്ല, ഓൾറെഡി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ. ഇല്ല മാം, നമുക്ക് അതിൽ പെൻഡിങ് ചാപ്റ്റേഴ്സ് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ടോ? അല്ല, പെൻഡിങ് ചാപ്റ്റേഴ്സ് നമുക്ക് എടുക്കാറുണ്ടല്ലോ, കുറച്ച് 4 ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. ഏതിലായിരുന്നു? സെക്കൻഡ് മൊഡ്യൂളിലാണോ പറഞ്ഞിരുന്നത്? അല്ലല്ല, ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞു മാം. ഇനി ഓക്കെ, തേർഡ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇനി എന്താണ്? ആ പ്രിന്റിൽ ഉണ്ട് എന്നാ പറയുന്നത്. ഇനി എടുക്കാനുള്ള ചാപ്റ്റേഴ്സും ഉണ്ടെന്നാണ് പറഞ്ഞത്. സെക്കൻഡ് മൊഡ്യൂളിലാണോ? ഫസ്റ്റിലുണ്ട്. നമുക്ക് തന്നേക്കുന്ന ആദ്യം ഫസ്റ്റ് സെക്കൻഡ് എന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായല്ലോ, അതില് ഇനി എടുക്കാനുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇനി നിങ്ങള് നമ്മൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് ടിക്ക് ചെയ്ത് നിങ്ങൾ പോയേക്കും. അപ്പൊ കൺഫ്യൂഷൻ ഒന്നും വേണ്ട കേട്ടോ. ടിക്ക് ചെയ്തത് പോയേക്കാം. ലാസ്റ്റ് ഞാനൊന്ന് ചോദിക്കാം. കാരണം ചില ചാപ്റ്റേഴ്സ് നമുക്ക് മൊഡ്യൂൾസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റമൊക്കെ വന്നിട്ടുണ്ടാകാം. അതിന്റെ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ആ പുതിയൊരു ഇത് നിങ്ങൾക്ക് അയച്ചു തന്നില്ലേ, പുതിയ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. എടുക്കാൻ പോകുന്നത് ഏത് മൊഡ്യൂളിൽ വരുന്നതാ? ഓക്കെ, ഇത് നമ്മൾ തേർഡ് മൊഡ്യൂളിലാണ്. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്, തേർഡ് മൊഡ്യൂള്. നിങ്ങൾ ചാപ്റ്റേഴ്സിന്റെ പേരൊന്ന് നോക്കിയാൽ മതി. ഓരോ ടീച്ചേഴ്സും ഓരോ ചാപ്റ്റേഴ്സ് പറയുമല്ലോ. അപ്പൊ ആ മൊഡ്യൂൾസിന്റെ അത് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് ടിക്ക് ചെയ്ത് പോകാം കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഇനി ഏതെങ്കിലും ചാപ്റ്റർ അങ്ങനെ എടുക്കാറുണ്ടെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ മാം. സോറി മാം, പിന്നെ ഞങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉള്ള ആ ഒരു ചാപ്റ്റർ എടുക്കാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് പറയാൻ. ഓക്കെ, ഇനി ഏത് ചാപ്റ്ററാണ് നിങ്ങളുടെ കയ്യിൽ എടുക്കാത്തതെന്ന് പറയുന്നത്? സെക്കൻഡ് മൊഡ്യൂളിൽ വന്നേക്കുന്നതാണോ? ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് മാം. ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ്, ഹൗസ് കീപ്പിംഗ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് അതുണ്ട്. അതെല്ലാം തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ എടുക്കാതെ പോയത്. ഓക്കെ, അപ്പൊ പുതിയൊരു മൊഡ്യൂൾസിന്റെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല PDF, അങ്ങനെയൊക്കെ അത് സെൻഡ് ചെയ്യാൻ പറയാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഓരോ ടീച്ചേഴ്സ് എടുത്ത് പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. അപ്പൊ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാ, ടിക്ക് ചെയ്ത് നിങ്ങൾ ആ സിലബസിന്റെ ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. സിലബസിലെ, അതായത് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 ചാപ്റ്റേഴ്സിന്റെ സിലബസ് അതൊന്ന് കയ്യിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഇനിയിപ്പോ നമ്മൾ ഓരോ ക്ലാസ് തുടങ്ങുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു പോകുന്ന ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യാം, ഒന്ന് ടിക്ക് ചെയ്ത് പോകാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. വേണമെങ്കിൽ നിങ്ങൾ ഡേറ്റും എഴുതിയിട്ടോളൂ, ആ ക്ലാസിന്റെ ഡേറ്റ് വേണമെന്നില്ല, കാരണം പല പലതായിട്ടാണ് വരുന്നത്. എങ്കിലും കഴിയുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് ടിക്ക് ചെയ്ത് പോയിക്കോളും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നില്ല. ഓക്കെ, PDF അത് പുതിയൊരു മൊഡ്യൂൾസിന്റെ അയച്ചു തരാം കേട്ടോ. എന്റെ കയ്യിൽ ഇപ്പോ ഓൾറെഡി അത് ഇല്ല, അല്ലെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ ഞാൻ റെഡിയാക്കിയാണേ.
കുഴപ്പമില്ല. വേറെ ഒന്നല്ല, മോഡ്യൂൾസ് തേർഡിലും ഫോർത്തിലോട്ടൊക്കെ കുറച്ച് ചാപ്റ്റേഴ്സ് അങ്ങനെ ഷഫിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇത് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മൾ എല്ലാ ചാപ്റ്ററും എന്തായാലും എടുക്കും, ഒരു ചാപ്റ്റർ വിട്ടു പോകില്ല. ഓക്കെ, ഇതുപോലെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ കുറിച്ച് ചോദിച്ചില്ല. എക്സാം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്ന ആകെ 10-20 ക്വസ്റ്റ്യൻസ് വന്നു. ബാക്കിയൊക്കെ ഇമ്പോർട്ടന്റ് അല്ല, വെറുതെ വായിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അതാ പക്ഷെ എന്നാലും നമ്മൾ അവിടെ ഇവിടെ ഒക്കെ നോട്ട് ചെയ്തതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. അതെ, ഞങ്ങള് 9 o'clockനും ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടിയ സമയത്തൊക്കെ ഞങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ അതാണല്ലോ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് തരുന്നത്. ഞാൻ പറയാറില്ലേ, സ്റ്റഡി ലീവ് പറഞ്ഞാൽ സ്റ്റഡി ചെയ്യാനാണ് നമുക്ക്, അല്ലെ? പിന്നെ നമ്മൾ പറയും, അതായത് ഒത്തിരി നമുക്ക് ചില പോർഷൻസും കാര്യങ്ങളും പിന്നെ ക്ലാസ് കേട്ട് ഓർമ്മ വെച്ചിട്ട് എഴുതാൻ പറ്റിയോ? ക്ലാസിന്റെ ഒരു ഇതിൽ നമുക്ക് ഇല്ല മാം, ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസ് ഞങ്ങൾ ഗൂഗിൾ മീറ്റില് വീഡിയോ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ രാത്രി ഞങ്ങൾ കുറച്ച് ആളുകള് ഗൂഗിൾ മീറ്റ് ചെയ്യാറുണ്ട്. ആ ക്ലാസ് ആണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്. ഡെയിലി നമ്മളിപ്പോ അന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ അന്ന് തന്നെ നമ്മൾ ഒരു കമ്പൈൻ സ്റ്റഡി പോലെ രാത്രി നമ്മൾ ഇത് റിവേഴ്സ് ചെയ്ത് പഠിക്കാറുണ്ട്. അത് നമ്മൾ എക്സാം ആണെങ്കിൽ കൂടെയും നമ്മളത് നിർത്തി വെച്ചിരുന്നില്ല. നമ്മളത് എല്ലാരും ഒപ്പം ഇരുന്ന് പഠിക്കുന്ന പോലെയാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അതെന്ത് ചെയ്യാ, കണ്ടിന്യൂ ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാതെ പോകാം. അത് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിന്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ കോഴ്സ് കഴിയണ വരെ അത് കണ്ടിന്യൂ ചെയ്തോളൂ. അതിനുവേണ്ടി സമയം കണ്ടെത്താൻ പഠിക്കുക. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണമെങ്കിലും കുറച്ചും കൂടി ഇങ്ങനെ ഒരുമിച്ച് നിങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ എന്നും ഓർമ്മയിൽ ഉണ്ടാവും, ഇല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ബൈഹാർട്ട് ചെയ്ത് എത്രത്തോളം പഠിച്ചാലും അത് എത്ര ഒരു അധികം കുറച്ച് നമ്മുടെ മൈൻഡിൽ അത് ഫുൾ ടൈം ഇരിക്കണമെന്നില്ല, അല്ലെ? പക്ഷെ നിങ്ങൾ നമ്മുടെ മാത്രം തിങ്സ് അല്ലല്ലോ, മറ്റുള്ളവരുടെ കൂടെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മളപ്പോ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളൂ. അങ്ങനെ തന്നെ പഠിക്കാം. ഇനി തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾസ് വരുന്നുണ്ട്. ദെൻ പ്രത്യേകം പറയണം, തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾസിൽ പറയുന്നത് ഹോസ്പിറ്റലിലെ ഓരോ സെക്ഷനുകളും അല്ലെങ്കിൽ വാർഡ്, ICU, ലേബർ റൂം, എന്താ മോർച്ചറി, വെന്റിലേറ്റർ, അങ്ങനെ ഓരോരോ സെക്ഷനുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളിൽ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെയാണ് വരുന്നത്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് തന്നെ കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. മീൻസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ടഫ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഓക്കെയാണല്ലോ, നമ്മൾ ബേസിക് പഠിച്ചു കഴിഞ്ഞു, അല്ലെ? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി അതിന്റെ മെയിൻ ഭാഗത്തേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ അത് ഈ പറഞ്ഞ പോലെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ എക്സാമും കഴിഞ്ഞു. അപ്പോ ബേസിക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ്. പിന്നെ ചാപ്റ്റേഴ്സ് കുറച്ച് ലെങ്തി ആണെന്നുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളെ പോലെ എക്സാമ്പിൾ പറയാനോ അങ്ങനെയൊന്നും ചിലപ്പോൾ എല്ലാ പോർഷനും പറ്റുന്നില്ല. അത്യാവശ്യം നമുക്ക് നോർമലി പഠിക്കാനുള്ളത് എക്സ്ട്രാ നോട്ടും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ചാപ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ചിലപ്പോ അതിലധികമാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. എങ്കിലും കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇയർ തന്നെ ബോറടിപ്പിക്കുന്നതല്ല, പറഞ്ഞാണ്. കാരണം കുറച്ച് നിങ്ങൾ ഓർക്കും ഇതുവരെ നമ്മൾ പഠിച്ചത് ഇങ്ങനെ ഒരു ടൈപ്പ് അല്ലായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമുക്ക് അറിയാം. കുറച്ചും കൂടി എന്താ പറയാ, നമുക്ക് അറിയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ്. മറ്റത് നമ്മള് വാർഡും അങ്ങനെയുള്ളതൊക്കെ കുറച്ചൊക്കെ നമുക്ക്, അല്ലെ, കുറച്ചെങ്കിലും ഒരറിവൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി പബ്ലിക്കിന്, നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണ് എല്ലാവരും? റിസൾട്ട് അടുത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. എന്തായാലും ഈ ആഴ്ചയോ അല്ലെങ്കിൽ എന്തായാലും ഒരു 2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് ഉണ്ടാവും. നല്ല റിസൾട്ട് ഒക്കെ പ്രതീക്ഷിക്കാം, അല്ലെ? കുഴപ്പമൊന്നുമില്ലല്ലോ. എക്സാമിന്റെ ഒരു മെത്തേഡൊക്കെ മനസ്സിലാക്കിയില്ലേ? ഓക്കെ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായി. ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലെ? കുഴപ്പമൊന്നുമില്ലല്ലോ. ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്തില്ലേ? നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാം പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ടും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ ആവേണ്ട. ടൈം നമുക്കുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ വായിച്ചു നോക്കി ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്, അല്ലെ?
ഒരു എക്സാം എഴുതുമ്പോൾ മാത്രം ടെൻഷൻ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ ഓക്കെയാണ്. അടുത്ത എക്സാമിന് നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസിന്റെ കാര്യമില്ല എങ്കിലും അത് ശരിയാവും. ഞങ്ങൾക്ക് ഇനി അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. കാരണം ഇത് എന്ത് പഠിക്കണ്ടെന്ന് പറഞ്ഞു കൊടുത്തുന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി അതിന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അതെ, എല്ലാം പഠിക്കണം. പറയാറില്ല, നമ്മള് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ വായിച്ചെങ്കിലും പോകണം. ഒരിക്കലും ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് പറയാറില്ല നിങ്ങളോട്. നിങ്ങൾ വായിക്കണം. പിന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് ഓരോ ടീച്ചേഴ്സ് അവരുടെ ഭാഗത്തുനിന്നുള്ള ഇമ്പോർട്ടൻസ് പറഞ്ഞുതരും. ദെൻ എപ്പോഴും നമ്മള് ഒരേ ലെവൽ എക്സാം, നിങ്ങളിപ്പോ ചെറിയ ക്ലാസ്സിലായാലും സ്കൂളിലായാലും എപ്പോഴും എല്ലാ എക്സാമും വളരെ ഈസി ആയിട്ടിരിക്കും. അതിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് ആവറേജ് ഉണ്ടാവും, കുറച്ച് ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എങ്കിലല്ലേ എക്സാമിന് ഒരു ഇതുണ്ടാവുള്ളൂ. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലോ. അത് ശരി. ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിപ്പ് ചെയ്യുന്ന ഭാഗത്ത് നിന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. നമുക്ക് ചെറിയ ക്ലാസ് തുടങ്ങി നമുക്ക് അറിയാലോ, നമ്മൾ വിടുന്നത് ഏതാണോ അതിന് തന്നെ കറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ ഇതുവല്ലേ നമുക്ക് വന്നത് അധികം അങ്ങനെ തന്നെ പറഞ്ഞതിന് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ കമ്പൈൻ സ്റ്റഡി ഒക്കെ തുടർന്നുകൊണ്ട് പോവുക. ഓക്കെ, അടുത്ത 2 മൊഡ്യൂളുകൾ എഴുതി. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ഒക്കെ അതുപോലെ തന്നെ നന്നായി നടന്നോട്ടെ. ഇതിനിടയിൽ കൂടി പഠിക്കുക. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. Then third module നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. Then പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഹോസ്പിറ്റലിനുള്ളിൽ പബ്ലിക് അല്ലെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ പറയാറുണ്ട് അല്ലെ, എപ്പോഴും കസ്റ്റമർ നമ്മൾ ഒരു ടേം ഡിനോട്ട് ചെയ്യാറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്കറിയാം പേഷ്യന്റ് ആണ് അല്ലെ. ഇവിടെ പബ്ലിക് റിലേഷൻ എന്താണ്? ഈ പബ്ലിക്കുമായിട്ട്, ഈ പൊതുജനങ്ങളും ഹോസ്പിറ്റലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? യെസ് ഉണ്ട്. എന്താണ് ശ്രീജ, എന്തായിരുന്നു റിലേഷൻ പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിൽ? ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. അത് ശരിയാവണമെന്നില്ല, തെറ്റാവണം, ഒരു കുഴപ്പമില്ല, പറഞ്ഞോളൂ. പബ്ലിക്കും സർവീസ് ആണ്. ഓക്കെ, സേവനമാണ്. പബ്ലിക്കിന് കൊടുക്കുന്ന സേവനമാണ്. പിന്നെന്താണ് പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിൽ? വേറെ ഒന്നുമില്ല. പബ്ലിക് ആണ് ഹോസ്പിറ്റലിലെ കസ്റ്റമർ, ശരിയല്ലേ? പബ്ലിക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അവിടെ പ്രവർത്തിച്ചിട്ട് കാര്യമുണ്ടോ? അതിലേക്ക് വരുന്നത് ആരാണ്? പബ്ലിക് ആണ്, അതായത് പേഷ്യന്റ് ആണ്, കസ്റ്റമർ ആണ് അല്ലെ. അപ്പൊ പബ്ലിക്കും ഹോസ്പിറ്റലും തമ്മിൽ നല്ലൊരു റിലേഷൻ അവിടെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് പബ്ലിക് റിലേഷൻ ആണ്. ഹോസ്പിറ്റലിനുള്ളിൽ പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഹു വാസ് എഡ്വേർഡ് ബെർണൈസ്? എഡ്വേർഡ് ബെർണൈസ് ആരെങ്കിലും മുൻപ് പരിചയമുണ്ടോ? എഡ്വേർഡ് ബെർണൈസ് ഒരു പേര് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരു പരിചയമില്ല അല്ലെ. ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ സൈക്കോളജിയിലെ ഒരു മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്. ഓക്കെ, മാളു കേട്ടിട്ടുണ്ടോ? മാളു പിയേർഡോ അങ്ങനെ എന്തെങ്കിലും എടുത്തതാണോ? സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? ഓക്കെ, അപ്പോ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു റിലേഷൻ ഉണ്ട്, അതാണ് ചോദിച്ചത്. നോക്കാം. എഡ്വേർഡ് ബെർണൈസ് ആരാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 1891 അദ്ദേഹം ജനിച്ചത്. 1995 അദ്ദേഹം മരിച്ചു. 104 വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ അങ്കിളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ്. സൈക്കോളജിയിലെ കുറെ മീൻസ് പരീക്ഷണങ്ങളും അങ്ങനെയൊക്കെ നടത്തിയ വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ച് പഠിക്കാം. നോക്കാം. ദ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. എക്സാമിനുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The father of public relation is Edward Bernays. Then coined public relation council. അദ്ദേഹം പബ്ലിക് റിലേഷൻ കൗൺസിൽ നിന്ന് കോയിൻ ചെയ്യപ്പെടുന്നു. Then wrote first PR book crystallizing public opinion. അദ്ദേഹം പബ്ലിക് റിലേഷനെ കുറിച്ച് എഴുതിയ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ബുക്കിന്റെ പേരാണ്, അതും ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ നോട്ട് തരാം. അപ്പോ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന പേരിലാണ് എഡ്വേർഡ് ബെർണൈസ് അറിയപ്പെടുന്നത്. ദെൻ
അദ്ദേഹം എഴുതിയ പബ്ലിക് റിലേഷനെ കുറിച്ച് എഴുതിയ ഫസ്റ്റ് ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. Then taught first PR course of New York University. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് PR കോഴ്സ് ചെയ്ത വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ്. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ ബാച്ച്, അതായത് PR കോഴ്സിന്റെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ അദ്ദേഹം ആ ഒരു ബാച്ചിലാണ് ഈ പബ്ലിക് റിലേഷനെ കുറിച്ച് പഠിച്ചത്. Then first to call himself PR professional. അദ്ദേഹത്തെ സ്വയമായിട്ട് PR പ്രൊഫഷണൽ എന്ന് വിശേഷിപ്പിച്ചു. ഓക്കെ, ഇത്രയും നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ളൂ. അദ്ദേഹം എന്താണ് പബ്ലിക് റിലേഷനെ കുറിച്ച് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. Then ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പബ്ലിക് റിലേഷനെ കുറിച്ച് അദ്ദേഹം ഒരു ബുക്ക് എഴുതി. ബുക്കിന്റെ പേരായിരുന്നു ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. Then അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു പബ്ലിക് പ്രൊഫഷണൽ PR പ്രൊഫഷണൽ, പബ്ലിക് റിലേഷൻ പ്രൊഫഷണൽ അദ്ദേഹം തന്നെ സ്വയം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞു ഫാമിലി ആയിരുന്നു. അദ്ദേഹം ഒരു അച്ഛനമ്മ 2 മക്കളടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നു. ദെൻ അദ്ദേഹത്തിന്റെ അച്ഛന് ഒരു ബിസിനസ് ആയിരുന്നു. അന്നത്തെ കാലത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു ചെറിയൊരു സാധാരണ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു ഈ എഡ്വേർഡ് ബെർണൈസ് പറഞ്ഞാൽ. അപ്പോ അദ്ദേഹത്തിന്റെ അച്ഛന് ഈ ധാന്യങ്ങളും മറ്റും കൃഷി ചെയ്യലും അതിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പഠനത്തിനൊക്കെ ശേഷം കുറച്ചു നാള് അച്ഛന്റെ ഒപ്പം തന്നെ ബിസിനസ്സിൽ നിന്നു. ബിസിനസ് എന്ന് വെച്ചാൽ ഈ ധാന്യങ്ങളും മറ്റും കച്ചവടം ചെയ്യുകയാണ്. നമ്മള് ഈ മാർക്കറ്റിലെ ചന്തയിലൊക്കെ പോയി കച്ചവടം ചെയ്യുന്ന അന്നത്തെ കാലത്ത്. ദെൻ അപ്പോ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒപ്പം നിന്ന് കഴിഞ്ഞപ്പോ ഇതുപോലെ പബ്ലിക് വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു, അച്ഛൻ പൈസ വാങ്ങിക്കുന്നു, അങ്ങനെ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. അപ്പോ ആ ജനങ്ങളും അവരുടെ ഒരു ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജനങ്ങളെന്ന് മനസ്സിലായി അദ്ദേഹത്തിന്. അപ്പൊ ഇദ്ദേഹത്തിന് കുറച്ചും കൂടി ഇങ്ങനെ പബ്ലിക് റിലേഷനെ കുറിച്ച് പഠിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് ഇദ്ദേഹം ഈ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ഇതിനെ കുറിച്ചുള്ള ഒരു പഠനങ്ങൾ നടത്തുകയും ദെൻ അദ്ദേഹം സ്വന്തമായിട്ട് ബുക്ക് എഴുതുകയും ആ ബുക്ക് ഫേമസ് ആയി, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്ന ഒരു ബുക്ക്. ദെൻ പിന്നീട് അദ്ദേഹം പബ്ലിക് റിലേഷന്റെ ഫാദർ എന്ന് അറിയപ്പെട്ടു. ഓക്കെ, ചെറിയൊരു ഇത് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. എഡ്വേർഡ് ബെർണൈസ് ഓക്കെ ആണോ? എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല അദ്ദേഹത്തെ കുറിച്ച്? ഓക്കെ ആണോ? നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് റിലേഷൻ എന്താണെന്നുള്ള ഒരു ഡെഫിനേഷൻ ആണ് നോക്കാം. പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് വാട്ട് ദ public hope for, explaining how administration is satisfying these desires. ഇത് പറഞ്ഞത് ജോൺ മില്ലറ്റ് ആണ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ചിലപ്പോൾ ഡെഫിനേഷൻ ചോദിക്കാം, എന്നിട്ട് അത് എഴുതിയത് ആരാണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോ ഡെഫിനേഷൻ നോക്കാം. പബ്ലിക് റിലേഷൻസ് മീൻസ് നോയിങ് what the public hopes for and explaining how administration is satisfying these desires. എന്തായാലും അർത്ഥം പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് പൊതുജനങ്ങള്, പബ്ലിക് ഹോപ്സ് എന്ന് വെച്ചാൽ എന്താ? പ്രതീക്ഷ അല്ലെ? ഹോപ്പ് യു ആർ നമ്മൾ ചോദിക്കാറില്ലേ കത്തൊക്കെ എഴുതുമ്പോൾ അല്ലെ? അപ്പോ പൊതുജനം എന്ത് പ്രതീക്ഷിക്കുന്നു എന്നും അവരുടെ അഭിപ്രായങ്ങൾ അറിയാനും അവരുടെ ആഗ്രഹങ്ങളെ എങ്ങനെയാണ് നമ്മളുടെ ഭരണകൂടം സാറ്റിസ്ഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ ആഗ്രഹങ്ങളെ സംതൃപ്തമാക്കുന്നത്, സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വിശദമാക്കുന്നതിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പറയാം, പൊതുജനങ്ങള് എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെ, എന്ത് പ്രതീക്ഷിക്കുമെന്നും അവരുടെ ആഗ്രഹങ്ങളെ ഭരണം എങ്ങനെയാണ് നടത്തിക്കൊടുക്കുന്നതെന്നും. മീൻസ് ഒരു ഭരണകൂടം ഉണ്ടല്ലോ, ആ ഭരണകൂടം എങ്ങനെയാണ് അവരുടെ ആഗ്രഹങ്ങളെ നടത്തി കൊടുക്കുന്നതും എന്നതാണ് ഒരു പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒറ്റ വേർഡിലുള്ള ഒരു ഡെഫിനേഷൻ ആണ്. എഴുതിയത് ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ആണ്. സെക്കൻഡ് ഒരു ഡെഫിനേഷൻ നിങ്ങൾ പറയുന്നുണ്ട്. സെക്കൻഡ് ഡെഫിനേഷൻ നോക്കാം. പബ്ലിക് റിലേഷൻ is an organized process to influence public opinion through sound character and genuine performance on the basis of mutually satisfactory two-way communication. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണെന്ന് അല്ലെ? ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. Then to influence public opinion through
sound character and genuine performance on the basis of mutually satisfactory two-way communication. അല്ലേ? അതായത് എന്താണ് ഒരു ആശയവിനിമയത്തിന് ടു വേ, അതായത് എന്താണ് ടു വേ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നു അല്ലെ, അതാണ് ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ ഒരു ആശയവിനിമയത്തിന് നമുക്ക് ആശയവിനിമയത്തിന് പരസ്പരം ഒരു സാറ്റിസ്ഫൈഡ് ആകുന്നത്, അതായത് ആശയവിനിമയത്തിന് പരസ്പരം സംതൃപ്തി നൽകുന്ന ഒരു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തില് നല്ലൊരു സ്വഭാവത്തിലൂടെയും അല്ലെ ജെനുവിനായിട്ടുള്ള നല്ലൊരു സ്വഭാവത്തിലൂടെയും യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രകടനത്തിലൂടെയും പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പബ്ലിക് റിലേഷൻ എന്ന് വിളിക്കുന്നത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായത്തിന് സ്വാധീനിക്കുന്ന, അവരുടെ അഭിപ്രായത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. സ്പീഡ് കൊടുക്കുന്നുണ്ടോ? ഒറ്റ ഫ്ലോയിൽ പറഞ്ഞു പോണേ കേട്ടോ, അതുകൊണ്ടാണ് സ്പീഡ്. ഓക്കെ, ഇപ്പൊ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെഫിനേഷൻ എന്താ പറയുന്നത്? ജനങ്ങള്, അതായത് പബ്ലിക് എന്ത് പ്രതീക്ഷിക്കുന്നുവെന്നും അതിന് എങ്ങനെയൊക്കെയാണ് ഭരണകൂടം നടത്തി കൊടുക്കുന്നതെന്നും എങ്ങനെയാണ് അവരുടെ ആഗ്രഹങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നുമാണ് ഫസ്റ്റ് ജോൺ വില്ലറ്റിന്റെ ഡെഫിനേഷൻ പറയുന്നത്. സെക്കൻഡ് ഡെഫിനേഷൻസിൽ പറയുന്നത് എന്താ? പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ എന്നാണ് അല്ലെ. ഈ ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആശയവിനിമയത്തിന് വേണ്ടിയിട്ട് പരസ്പരം സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള അടിസ്ഥാനത്തില് നല്ലൊരു സ്വഭാവത്തിലൂടെയും അല്ലെങ്കിൽ യഥാർത്ഥമായ ഒരു പ്രകടനത്തിലൂടെയും പൊതുജനങ്ങളുടെ അഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താ? പൊതുജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും ഇമ്പോർട്ടൻസ് നൽകുക. ഓക്കെ, ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാമോ? എഡ്വേർഡ് ബെർണൈസിന്റെ ബോക്സും വായിക്കുക, രണ്ട് ഡെഫിനേഷനും. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. സ്പീഡ് കൂടിപ്പോയോ? ഒരു ഫ്ലോയിൽ ചിലപ്പോ സ്പീഡ് കൂടി പോണേ കേട്ടോ. സ്പീഡ് കൂടെയാണെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? സ്പീഡ് കൂടി എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എസ് നോയ്ക്കോ വരുന്നുണ്ട് കമന്റ്സ്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര സ്ലോയിൽ പോയാലും നിങ്ങൾക്ക് ഭയങ്കര ബോറായി തോന്നും. അതുകൊണ്ടാണ് ഒത്തിരി സ്ലോയിൽ പോവാത്തത്. ഇപ്പൊ നമ്മള് നോർമൽ ഒരു സ്പീഡിലല്ലേ പോകുന്നത്. പേപ്പർ ഇല്ല എന്ത് ശ്രീജ ക്ലിയർ ആയില്ല? പേപ്പർ ഇല്ല മീൻസ് PDF ഇല്ല അല്ലെ നിങ്ങളുടെ കയ്യില്? നിങ്ങൾ ഓൾറെഡി എല്ലാത്തിന്റെയും കോപ്പി എടുത്ത് വെക്കുകയാണോ? ഒരുമിച്ചത് പ്രിന്റഡ് കോപ്പി എടുത്ത് വെക്കും, അങ്ങനെയാണല്ലേ? ഓക്കെ, വിട്ടുപോയി എന്നാണ് നമ്മൾ അയച്ചത് അല്ലേ? ഓക്കെ, ലേറ്റ് ആയിപ്പോയല്ലേ? കുഴപ്പമില്ല. അടുത്ത ദിവസം നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും കോപ്പി എടുത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്നും കൂടി അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്യേണ്ടതേ പറഞ്ഞു തരാം കേട്ടോ. PDF കയ്യിലില്ലാത്തോണ്ട് മനസ്സിലാവുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് അതൊന്ന് ഇൻഫോം ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. നമ്മൾ ഇത് മോർണിംഗ് അല്ലേ PDF ഇട്ട് തന്നത്. കുഴപ്പമില്ല, ഇന്നൊരു ദിവസം ക്ലാസ് ഒക്കെ കേട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ PDF എടുത്തോളൂ കേട്ടോ. നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പോവാലോ. പ്രിന്റ് ഓക്കെ ലെറ്റ് ആവും അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ അത് വിട്ടുപോയി. നമുക്ക് അല്ലെങ്കിൽ സാറ്റർഡേ എക്സാം ആയിരുന്നല്ലോ സാറ്റർഡേ. നോട്ട്ബുക്കിൽ കുറച്ച് എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ചൊരു ചെറിയൊരു ഷോർട്ട് നോട്ട് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം. ദെൻ നിങ്ങൾ PDF പ്രിന്റ് എടുത്തിട്ട് അതിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അടയാളപ്പെടുത്താം നമുക്ക്. ഓക്കെ, പ്രിന്റിന്റെ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, മനസ്സിലാകും കേട്ടോ. എത്രയും പെട്ടെന്ന് പ്രിന്റ് എടുത്തോളൂ.
കൊറിയർ അയച്ചു തരാനായിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കട്ടോ. സ്റ്റുഡൻസ് ടീമിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാറില്ലേ? ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തൊന്ന് ചോദിച്ചു നോക്കിക്കോളൂ കേട്ടോ. ടെക്സ്റ്റ് ആയിട്ടല്ലേ ചോദിച്ചത്? ഇങ്ങനെയാണോ? പ്രിന്റഡ് ടെക്സ്റ്റ് അല്ലേ? ഓക്കെ, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വായിച്ചു നോക്കിയോ? എഡ്വാർഡ് ബെർണൈസും രണ്ട് ഡെഫിനേഷൻ ആണ്. ജോൺ മില്ലറിന്റെ ഒരു ചെറിയ കുഞ്ഞു ഡെഫിനേഷൻ ആണ്. പ്രിന്റ് കിട്ടിയിട്ട് ഞാൻ അടയാളപ്പെടുത്താൻ പറഞ്ഞു തരാം കേട്ടോ. ഇനി ഞാൻ വിട്ടുപോയാൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, വായിച്ചോ? കംപ്ലീറ്റ് ആയോ ഡെഫിനേഷൻ? അവര് കോൺടാക്ട് ചെയ്താൽ മതി. ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് പ്രിന്റ് ഔട്ടിന്റെ കാര്യം ചോദിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. അപ്പൊ നമ്മള് എഡ്വേർഡ് ബെർണൈസിനെ കുറിച്ച് നോക്കി. ദെൻ പബ്ലിക് റിലേഷൻ എന്താണ് ഒരു കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടിയില്ലേ? ഒന്നും അറിയാത്തൊരു ഇതാക്കില്ലല്ലോ. ഓക്കെ ആണോ? നോട്ട്സ് പറയാം, നോട്ട് പറയാം. ജസ്റ്റ് നീഡ്സും കൂടി പറഞ്ഞിട്ട് നോട്ട് പറയാം കേട്ടോ. അതിന്റെ ഇടയിൽ നോട്ട് പറയുമ്പോൾ ഡിസ്റ്റർബ് ആവണ്ടല്ലോ. നീഡ്സ് ഓഫ് പബ്ലിക് റിലേഷൻ ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേസിക് കാര്യം നോക്കാം. നീഡ്സ് ഓഫ് പബ്ലിക് റിലേഷൻ എന്താണ്? ഇങ്ങനെ ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകത, ഇങ്ങനെ ഒരു ആവശ്യകത ഉണ്ടോ എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പോയിന്റ് ആണ്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, enlarge visibility for the hospital employees, program and services. enlarge ചെയ്യുക എന്ന് വെച്ചാൽ എന്താ മീനിങ്? enlarge ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ. എന്താ മീനിങ്? enlarge ഐഡിയ. വലുതാവുക, വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു മീനിങ് അല്ലെ? നോക്കാം. enlarge visibility for the hospital employees, programs and services അല്ലെ? അതായത് എന്താ പറയാ, ഹോസ്പിറ്റലിന്റെ എംപ്ലോയീസിനും ജീവനക്കാർക്ക് എന്തെങ്കിലും സർവീസസ്, സേവനങ്ങളോ അല്ലെങ്കിൽ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിന്റെ ദൃശ്യപരത വർദ്ധിപ്പിക്കുക. മീൻസ് enlarge visibility എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിന്റെ കുറച്ച് എല്ലാ തരത്തിലും കുറച്ച് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വിപുലീകരിക്കുകയാണ്. അപ്പോഴല്ലേ ഹോസ്പിറ്റലിലേക്ക് ആളുകൾ വരുള്ളൂ. അങ്ങനെയല്ലേ? എംപ്ലോയീസിനായാലും മറ്റ് പ്രോഗ്രാംസുകളും അവിടുത്തെ സേവനങ്ങളും enlarge ചെയ്യാൻ, വർദ്ധിപ്പിക്കുക. മനസ്സിലായില്ല? പറഞ്ഞു വരുന്നതേ ഉള്ളൂ ശ്രീജ. ഓക്കെ, നോക്കാം. അതായത് ഹോസ്പിറ്റലിന്റെ സേവനങ്ങളും പ്രോഗ്രാംസുകളും വർദ്ധിപ്പിക്കുക. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ നമ്മള് ടിവിയിലും മാധ്യമങ്ങളിലൊക്കെ ഒത്തിരി പരസ്യങ്ങൾ കാണാറില്ലേ? ഇല്ലേ? ഹോസ്പിറ്റലുകളെ കുറിച്ചുള്ള പരസ്യങ്ങള്, കുറച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളെ കുറിച്ചൊക്കെ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. പിന്നെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ്, ദെൻ അതുപോലെ തന്നെ ഇപ്പൊ ഡെലിവറിക്ക് ആണെങ്കിൽ ഡെലിവറി പാക്കേജുകൾ ഇല്ലേ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? അഡ്വർടൈസ്മെന്റിലും മറ്റുമായിട്ട് കേൾക്കാറില്ലേ? അതുപോലെ തന്നെ സേവനങ്ങൾ അല്ലെ? ചില ഹോസ്പിറ്റലുകളില് ഇതുപോലെ ടെസ്റ്റുകളൊക്കെ വരാറുണ്ട് അല്ലെ? ഫ്രീ ടെസ്റ്റ്, സൗജന്യ നേത്ര ക്യാമ്പ്, അല്ലെങ്കിൽ എന്താ മറ്റു അലർജി ടെസ്റ്റുകളും തുടങ്ങിയ ടെസ്റ്റുകളും മറ്റും നമ്മൾ കാണാറുണ്ട് അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ കൂടുമ്പോഴാണ് നമ്മൾ അവിടേക്ക് പോകുന്നത് അല്ലെ? നമ്മൾ പൊതുവെ എല്ലാവരും പറയുന്നത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അവിടെ വലിയ സേവനങ്ങളൊന്നും ഇല്ല, ഡോക്ടേഴ്സ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാറുണ്ടോ? പോകോ? ഒരു പേര് ഇത്തിരി മോശപ്പെട്ട ഒരു ഹോസ്പിറ്റലാണെന്ന് പൊതുവെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പോവാറില്ല അല്ലെ? മറിച്ച് ഇതുപോലെ നല്ല സേവനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഉണ്ട്, ടെസ്റ്റുകളും കാര്യങ്ങൾക്കും ഒന്നും പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. സ്കാനിങ് ആയാലും എക്സ്റേ ആയാലും ECG മറ്റെല്ലാ ടെസ്റ്റുകളും അവിടെ തന്നെ അവൈലബിൾ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകും ഇല്ലേ? അത്രേ ഉള്ളൂ ഈ പോയിന്റിൽ പറയുന്നത്. അതായത് സർവീസസും പ്രോഗ്രാംസുകളൊക്കെ വർദ്ധിപ്പിച്ച് ഹോസ്പിറ്റലിന്റെ enlarge ചെയ്യുക, വിസിബിലിറ്റി enlarge ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ?
ശ്രീജ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. അതെ, പോയിന്റ് നമ്മളെ കുറച്ച് എന്താ പറയാ എക്സാക്ട് അങ്ങനെയുള്ള ഒരു സെന്റൻസ് ഒക്കെ തന്നിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇവിടെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഒന്നുകൂടി പറയാം. അതായത് ഹോസ്പിറ്റലിലെ എംപ്ലോയീസിന്റെ ആയാലും പ്രോഗ്രാംസുകളും സർവീസുകളും ഒരു ഹോസ്പിറ്റലിൽ കൂടുതൽ ഫെസിലിറ്റീസ് വരുമ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൂടുമ്പോഴാണ് അവിടേക്ക് രോഗികൾ വരുന്നത് അല്ലെ. ഒരു ഫെസിലിറ്റി ഇല്ലാത്തൊരു ഒരു പെട്ടെന്ന് ഒരു അടിസ്ഥാന സൗകര്യം ഇല്ലാത്തൊരു ആശുപത്രിയിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാണോ? ചികിത്സാ സൗകര്യം ഇല്ല, വേറെ ബേസിക് ഫെസിലിറ്റി ഇല്ല, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പോകാൻ തയ്യാറാണോ? ആണോ? നിങ്ങളൊരു അസുഖമായി നമ്മളുടെ റിലേറ്റീവ്സിനോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മൾ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരിക്കലും പോകില്ല അല്ലെ. അതങ്ങനെ ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? പ്രോഗ്രാംസും സർവീസസുകളും വർദ്ധിപ്പിക്കാൻ അല്ലെ. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് പബ്ലിക് റിലേഷൻ കുറച്ചും കൂടി നമുക്ക് പേഷ്യൻസിനേക്ക് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധിക്കുന്നു. ഓക്കെ, ഇതാണ് എൻലാർജ് ചെയ്യുക എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കാം. പോയിന്റുകൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തന്നിരിക്കുന്നതാണ് അല്ലെ. അതുകൊണ്ടാണ് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. മനസ്സിലാക്കി തരാം, കുഴപ്പമില്ല, ടെൻഷൻ ആവേണ്ട. സെക്കൻഡ് വൺ, പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് എ ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. പൊസിഷൻ ഇൻ ദ ഹോസ്പിറ്റൽ ആസ് എ, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ അല്ലെ, ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ ഹെൽത്ത് കെയർ ലീഡറായിട്ടും അതോറിറ്റി ആയിട്ടും വേണം ഹോസ്പിറ്റലിനെ നമ്മൾ കാണുവാൻ അല്ലെ. നമുക്കറിയാം നമ്മളുടെ പ്രദേശത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകണം ഇല്ലേ? ഉണ്ടോ? എല്ലാവരുടെയും പ്രദേശത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും. ഒരു ജനറൽ ഹോസ്പിറ്റലോ ഏതെങ്കിലും ഹോസ്പിറ്റൽ ആയിക്കൊള്ളട്ടെ. ഓരോ ഏരിയയിലും അടുപ്പിച്ചടുപ്പിച്ച് ഉണ്ടാവില്ല എങ്കിലും നമ്മളുടെ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകും അല്ലെ. അപ്പോ അതാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡർ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിനെ കണക്കാക്കാം. അതാണ് ഹോസ്പിറ്റലിൽ ഒരു പൊസിഷൻ കൊടുക്കുക. കമ്മ്യൂണിറ്റിയുടെ ലീഡർ ആയിട്ടോ ഒരു അതോറിറ്റി ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം? ഹോസ്പിറ്റലിനെ കണക്കാക്കാം. അതായത് ഒരു ഏരിയയിൽ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവും, നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ഇല്ലേ? എല്ലാവരും അങ്ങനെയല്ലേ? അതിൽ കൂടുതൽ എന്തെങ്കിലും മറ്റു അസുഖങ്ങളോ ടെസ്റ്റുകളൊക്കെ വന്നാൽ മാത്രമല്ലേ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് തേടാറുള്ളൂ. അങ്ങനെയാണോ? നമ്മൾ സ്ഥിരം നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനാണ് ഹോസ്പിറ്റലിൽ നമ്മളുടെ ലൊക്കാലിറ്റിയിലോ കമ്മ്യൂണിറ്റിയിലോ ഒരു ലീഡർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. Then മൂന്നാമത്തെ പോയിന്റ്, ഇൻക്രീസ് അവയർനെസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ടോട്ടൽ range of programs and services. Increase awareness of hospital total range of program and services. ഹോസ്പിറ്റലിലെ ആശുപത്രിയുടെ എന്താണ് ആശുപത്രിയുടെ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസുകളെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം വർദ്ധിപ്പിക്കാൻ ജനങ്ങളിലേക്ക് ഹോസ്പിറ്റലിലെ എല്ലാ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധം വർദ്ധിപ്പിക്കുക. അതായത് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഇടയ്ക്ക് നമ്മളുടെ ന്യൂസ് പേപ്പറിന്റെ ഒക്കെ ഒക്കെ ഹോസ്പിറ്റലിന്റെ നോട്ടീസ് കാണാറുണ്ട് ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു സൗജന്യ എന്തെങ്കിലും ക്യാമ്പുകളോ അല്ലെങ്കിൽ ചികിത്സകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. എപ്പോഴും ഉണ്ടാവില്ല എങ്കിലും ഇടയ്ക്ക് നമ്മൾ ന്യൂസ് പേപ്പറിന്റെ ഒപ്പം അതിന്റെ നോട്ടീസ് ഒക്കെ വരാറുണ്ട് ഇല്ലേ? അതായത് ഹോസ്പിറ്റലിൽ ഇന്ന പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കുകയാണ്. മീൻസ് അപ്പോ അവർക്കൊരു ഇൻക്രീസിങ് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു അവബോധം വളർത്തുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഇൻക്രീസിങ്. ഫസ്റ്റ് 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് 3 പോയിന്റ് ജസ്റ്റ് വായിക്കുക, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. മൂന്ന് പോയിന്റ് വായിക്കട്ടോ, റിപ്പീറ്റ് ചെയ്യാം.
ഓക്കെ, വായിച്ചോ ഫസ്റ്റ് 3 പോയിന്റ്? മൂന്ന് പോയിന്റ് ഓക്കെയാണോ? രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? കമ്മ്യൂണിറ്റിയുടെ ഒരു ലീഡർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആയിട്ടോ നമ്മൾ ഹോസ്പിറ്റലിനെ കണക്കാക്കണം. നമ്മളുടെ ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ, നമ്മൾ എപ്പോഴും അവിടെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലെ. ദെൻ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞത് എന്താ? ഇൻക്രീസ് അവയർനെസ് ഓഫ് ഹോസ്പിറ്റൽ ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. നമ്മള് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവയർനെസ് വർദ്ധിപ്പിക്കാനായിട്ട് കുറച്ച് പ്രോഗ്രാംസുകളും സർവീസുകളും കൊണ്ടുവരിക. 3 പോയിന്റ് ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ദെൻ നാലാമത്തെ പോയിന്റ് നോക്കാം. എൻഹാൻസ് ദ ഹോസ്പിറ്റൽസ് ഇമേജ്. എൻഹാൻസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? എൻഹാൻസ് ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിനെ കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. മെയിൻ എല്ലാ പോയിന്റ്സിലും പറയുന്നത് ഈ ഒരു സെയിം കാര്യം തന്നെയാണ്. പുതിയ പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക, ഇതുപോലെ അഡ്വർടൈസുകൾ കൊടുക്കുക. അങ്ങനെ ഇപ്പൊ നമ്മൾ റേഡിയോയിലൂടെയും അല്ലെങ്കിൽ നമ്മളുടെ ടിവിയിലൂടെയൊക്കെ നമ്മൾ കാണാറില്ലേ ഓരോ ഹോസ്പിറ്റലിന്റെ അഡ്വർടൈസ്മെന്റുകള്? കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും? കാണാറുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ കാണുന്നതിലൂടെ നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്നതിലൂടെ നമ്മൾ പലപ്പോഴും അങ്ങനെ പോകാനായിട്ട് നമ്മൾ നോക്കാറുണ്ട് അല്ലേ? അപ്പോ എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ്. ഹോസ്പിറ്റലിന്റെ ഇമേജ് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. സെയിം പോയിന്റ് തന്നെ നോക്കിയാൽ മതി. Then assist in recruitment and retention of employees. Assist recruitment and retention of employees. അതായത് എംപ്ലോയീസിനെ, ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ നിലനിർത്തുന്നതിനും സഹായിക്കുന്നു. ഒരു പബ്ലിക് റിലേഷൻ ആണ്, ജനങ്ങളോടുള്ള ഒരു പെരുമാറ്റമാണ് അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിന് റിക്രൂട്ട് ചെയ്യാം, റിക്രൂട്ട് ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുക. അതായത് ഒരു നല്ലൊരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോവുകയാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത് അല്ലെ? ആണോ? ചിലപ്പോൾ സാലറിയുടെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അല്ലെ? അപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇതുപോലെ ഒരു നേഴ്സും അവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പെർമനന്റ് ആയിട്ട് ഒരു സ്റ്റാഫ് നിൽക്കുന്നില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും അല്ലേ? ആണോ? അങ്ങനെയല്ലേ നമ്മൾ അർത്ഥാക്കേണ്ടത്? യെസ്. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? നമുക്കറിയാം ഒരു പേഴ്സൺ ഒരു ഹോസ്പിറ്റലിൽ ഒരു നഴ്സ് വർക്ക് ചെയ്യുകയാണ്. അഡ്മിനിസ്ട്രേഷൻ ശരിയല്ല, ഒന്നാമത്തെ കാര്യം അതാണ്. ദെൻ അഡ്മിനിസ്ട്രേഷൻ മാത്രമാണോ പ്രശ്നം? പിന്നെ എന്തൊക്കെ ഉണ്ടാവും പ്രശ്നം? അഡ്മിനിസ്ട്രേഷൻ മാത്രമാണോ? ആണോ? സാലറിയുടെ പ്രശ്നം വരുന്നുണ്ട്. ദെൻ ജോബ് റിസ്ക് ആണോ ഉദ്ദേശിച്ചത്? റിസ്ക് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ജോബിന്റെ റിസ്ക് ഉണ്ടാവും അല്ലെ? സാലറിയുടെ പ്രശ്നം ഉണ്ടാവും. അപ്പോ ഇത്തരത്തിലുള്ള കേസുകൾ കാരണമായിരിക്കും പിരിഞ്ഞു പോകുന്നത് സ്റ്റാഫ് അല്ലെ? അപ്പോ എന്താണ്? പബ്ലിക്കിന്റെ നമുക്കൊരു പിടിച്ചു പറ്റാൻ പറ്റില്ല അല്ലെ? അപ്പോ ഇവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റാഫുകൾ ഇങ്ങനെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടുത്തെ സർവീസസ് മോശമാണെന്ന് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യാ? പബ്ലിക്കിന് നല്ല രീതിയിൽ സ്റ്റാഫിന് റിട്ടൻഷൻ ചെയ്യാനും റിക്രൂട്ട്മെന്റ് ചെയ്യാനും നമുക്ക് കഴിയണം. Then next നോക്കാം. Act as a foundation when unreal news about the hospital happens. ഇനി ആശുപത്രിയെ സംബന്ധിച്ചിട്ടുള്ള പല വ്യാജ വാർത്തകളൊക്കെ വന്നേക്കാം ഇല്ലേ? പല ഹോസ്പിറ്റലും നല്ല ഹോസ്പിറ്റലായിട്ട് തുടർന്നുകൊണ്ട് പോണേയിരിക്കും. അപ്പോ ചിലപ്പോ അതിന്റെ എതിരായിട്ടുള്ള വല്ല മറ്റു ഹോസ്പിറ്റലുകാരോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയാ വൈരാഗ്യമുള്ള വ്യക്തികളൊക്കെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് വ്യാജ ന്യൂസുകളൊക്കെ ഉണ്ടാക്കും ഇല്ലേ? അതായത് ചിലപ്പോ അവിടുത്തെ ഹോസ്പിറ്റലിൽ സർവീസ് മോശമാണ്, അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ പെരുമാറ്റം ശരിയല്ല, ഡോക്ടേഴ്സ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ വാർത്തകൾ ഉണ്ടാക്കും ഇല്ലേ? അപ്പോ
അങ്ങനെയുള്ള act as a foundation when unreal news about the hospital happiness. ഹോസ്പിറ്റലിന്റെ ഹാപ്പിനെസിനെ അതായത് ഹോസ്പിറ്റലിനെ കുറിച്ച് അവ്യക്തമായിട്ടുള്ള അതുപോലെ എന്തെങ്കിലും വ്യാജ വാർത്തകളും മറ്റും വരുമ്പോൾ അതിനെന്താണ് അടിത്തറയായിട്ട് പ്രവർത്തിക്കുക അല്ലെ. നമ്മൾക്കറിയാം പല ഹോസ്പിറ്റലുകളും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയിരിക്കാം, പക്ഷെ ചിലപ്പോ ബിസിനസ് ആണല്ലോ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാലും ഒരു തരത്തിൽ ഇപ്പോ ബിസിനസ് ആണ് അല്ലേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആണോ? ഒരു തരത്തിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പറയുന്നത് ഒരു ബിസിനസ് തന്നെയാണെന്ന് നമുക്ക് പറയാം അല്ലെ. പല പല ഹോസ്പിറ്റലുകൾ ഇന്ന് നമുക്ക് മീൻസ് മുമ്പെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു ഏരിയയിൽ ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ ഇപ്പൊ പക്ഷെ അങ്ങനെയാണോ? ഇപ്പൊ നിരത്തി പിടിച്ച് ഒറ്റ ഒരു പ്രദേശത്ത് തന്നെ ചിലപ്പോ 1 or 2 ഹോസ്പിറ്റലുകൾ ഉണ്ടാകും അല്ലെ. ഇതെല്ലാം ഒരു ബിസിനസ് പരമായിട്ടാണ്. സേവനങ്ങളൊന്നും ഫ്രീ സർവീസ് ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്, ആണോ? ഫ്രീ സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ? ഓക്കെ, പ്രൈവറ്റിലാണെങ്കിൽ ഫ്രീ സർവീസ് ഒന്നും അല്ല അല്ലെ. സോ ഒരു ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലായാലും തമ്മിൽ ചിലപ്പോ നല്ലൊരു റിലേഷൻ ഒന്നും ആയിരിക്കില്ല കീപ്പ് ചെയ്യുന്നത്. അപ്പോ ചിലപ്പോ ഒരു ഹോസ്പിറ്റല് നല്ല രീതിയിൽ മുന്നേറി പോകുമ്പോൾ മറ്റേ ഹോസ്പിറ്റലായ എന്തെങ്കിലും ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള വ്യാജ വാർത്തകളൊക്കെ ഇറക്കാം അല്ലെ. അപ്പോ അങ്ങനെ എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെങ്കിൽ ആക്ട് ആസ് എ ഫൗണ്ടേഷൻ, അതിന്റെ ഒരു അടിത്തറയായിട്ട് പ്രവർത്തിക്കണമെന്ന്. ഇപ്പൊ പബ്ലിക്കിന്റെ ഒരു ഇതുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ ഒരു നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കും. സോ അൺറിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അടിത്തറയായിട്ട് പ്രവർത്തിക്കുക. Then last point, improve employee morale. എന്താ മൊറാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ് എംപ്ലോയി മൊറാൽ. മൊറാൽ എന്ന് വെച്ചാൽ മനോവീര്യം. എംപ്ലോയ്മെന്റ് മീൻസ് എംപ്ലോയിയുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക. സ്റ്റാഫുകൾക്ക് കുറച്ച് പ്രചോദനമൊക്കെ കൊടുക്കുക. വർക്ക് ചെയ്യാനും മറ്റ് എല്ലാ സേവനങ്ങൾക്കും അവർക്കും ഒരു എന്താ പറയാ, നമ്മൾ പബ്ലിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ സ്റ്റാഫിന് ഒരു മനോവീര്യം കൊടുക്കുക. അവർ പ്രവർത്തിക്കാനും. നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ഭയങ്കര പ്രഷറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും. നമുക്കൊരു വർക്ക് ചെയ്യാൻ തന്നെ ഒരു കംഫോർട്ട് ഉണ്ടായിരിക്കില്ല ഒരിക്കലും, ഇല്ലേ? ആണോ? സ്ഥാപനം തന്നെയല്ല, നിങ്ങളൊരു പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര പ്രഷറാണ്. പഠിക്ക് എപ്പോഴും ഫുൾ ടൈം എക്സാം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നമുക്ക് ഇഷ്ടം ഉണ്ടാകും അതിനോട്, ആ ജോലി ചെയ്യാൻ, പഠിക്കാനോ മറ്റൊന്നിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഇവിടെയും പറയുന്നത് ഹോസ്പിറ്റലിലെ ഒത്തിരി സ്റ്റാഫുകളുണ്ട് അല്ലെ, അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനോധൈര്യം കൊടുക്കുക അല്ലെ. സ്റ്റാഫുകളൊന്ന് അവർക്ക് വേണ്ടി ചില പ്രോഗ്രാംസ് ഒക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനോധൈര്യം കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ നമ്മൾ പറഞ്ഞത്. ഒന്നും കൂടി വായിക്കാം. ഫസ്റ്റ് വൺ, enlarge visibility for the hospital employees programs and services. അർത്ഥം അറിയാലോ, മനസ്സിലൊന്ന് മീനിങ് ഒക്കെ ഒന്ന് വായിച്ചു പോകാം. സെക്കൻഡ് വൺ, position the hospital as healthcare leader and authority within the community or region. നമ്മളുടെ ഏരിയയിലുള്ള ഹോസ്പിറ്റൽ ആലോചിച്ച് നോക്കാം. മൂന്നാമത്തെ പോയിന്റ്, increase awareness of hospital total range of programs and services, enhance the total hospital image, ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക, assist in recruitment and retention of എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യണം. Then act as a foundation when unreal news about the hospital happiness. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള വ്യാജ വാർത്തകളോ അൺറിയൽ ന്യൂസ് വരികയാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു അടിത്തറയായിട്ട് പ്രവർത്തിക്കുക. ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ, എംപ്ലോയീസിന്റെ മനോവീര്യം അല്ലെങ്കിൽ മനോധൈര്യം വർദ്ധിപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? അതെ, സെന്റൻസുകൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോ കുറച്ച് ഒരു ഇതില്ലാത്തൊരു സെന്റൻസ് ആയിട്ട് തോന്നിയേക്കാം. അതുകൊണ്ടാണ് ടഫായിട്ട് തോന്നിയത്. സംഭവം ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് വായിച്ചു നോക്കിക്കോളൂ. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ വായിക്കുക.
തുടക്കത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, എളുപ്പമുണ്ട് കേട്ടോ. മറ്റ് ചാപ്റ്ററുകളിൽ നിന്നൊക്കെ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ചാപ്റ്റർ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ഓക്കെ ആയിക്കോളും. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ വായിച്ചു നോക്കുക. എല്ലാത്തിലും സെയിം ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ സെന്റൻസ് കുറച്ച് വളച്ചൊടിച്ച് പറയുന്നതുള്ളൂ. മെയിനായിട്ട് എന്താണ്, ഹോസ്പിറ്റലിന് പബ്ലിക്കിന് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരിക. ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടണമെങ്കിൽ പറയാം. ഒറ്റ ഫ്ലോയിൽ ചിലപ്പോൾ പറഞ്ഞു പോകുമ്പോ അത് എന്താ പറയാ, സ്പീഡ് കൂടി പോണേ കേട്ടോ. നമ്മളുടെ ആ ഒരു ടോൺ അങ്ങനെയാണല്ലോ ഓരോരുത്തരും ഞാൻ പറയാറില്ലേ, സംസാരത്തിന്റെ ഒരു ആ ഫ്ലോയിൽ നമ്മൾ പറഞ്ഞു പോകും അല്ലെ. ചിലപ്പോ ഞാൻ എന്താ എന്റെ ഒരു സ്ലാങ് വെച്ചിട്ട് എന്തെങ്കിലും ആയിരിക്കാം അല്ലെ. നിങ്ങൾ ഇതൊന്നും ചിലപ്പോൾ വ്യത്യസ്തമുണ്ട് അല്ലേ? ആണോ? നിങ്ങളുടെ പോലെ തന്നെയാണോ? നമ്മളെ ഓരോരുത്തർ സംസാരിക്കുമ്പോ അവരുടേതായിട്ടുള്ള ഒരു സ്ലാങ്ങും ടോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഓരോ ഏരിയയിലത്തെ. അപ്പോ ചിലപ്പോ അങ്ങനെ ഒരു സ്പീഡും കൂടിയേക്കാം. അപ്പോ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പറയാ, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. ഓക്കെ, അതെ, ഓക്കെ. വിശ്രാമന്റെ അത്രയും ഇല്ല. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, അപ്പൊ വലിയ കുഴപ്പമില്ല എന്ന് പറയാം അല്ലെ. ഞാൻ പറയാറില്ലേ, ഒരു ടീച്ചേഴ്സിന്റെ ഓരോ ഫ്ലോയിലായിരിക്കും എടുക്കുന്നത്. പോയിന്റ്സുകൾ വായിച്ചു നോക്കിക്കോളൂ. കലയുടെ പബ്ലിക് റിലേഷൻ വായിക്കാം. ദെൻ നെക്സ്റ്റ് എടുക്കാം. ആദ്യം എടുക്കുമ്പോ ഒക്കെ ആയിരുന്നു. ഓക്കെ, പിന്നെ സ്പീഡ് ആയിരുന്നു അല്ലെ. പിന്നെ നമ്മളുടെ ക്ലാസ്സുകൾ കൂടി, ബാച്ചസ് കൂടി. അപ്പോ ഈ ഒരു ക്ലാസ്സിലല്ല നമ്മളെ കുറെ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് കയറുന്നുണ്ട്. അപ്പൊ ചിലപ്പോ ഒറ്റ ഫ്ലോയിൽ അങ്ങനെ പോകും പറഞ്ഞേ, അതിന്റെയാണ് കേട്ടോ സ്പീഡ് കൂടുന്നത്. പിന്നെ ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മള് വളരെ സ്ലോലി പറഞ്ഞു പോയാലും നമുക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, സ്പീഡ് കൂടി എടുക്കുന്നതെല്ലാം ഫ്ലോയിൽ പോകുന്നതാണ്. ഭയങ്കര സ്ലോയിൽ പോയാലും ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര ബോറായിരിക്കും. ആണോ? എടുക്കുന്ന എനിക്കും ബോറായിരിക്കും, കേൾക്കുന്നത് നിങ്ങൾക്കും ബോറായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ പോണ നോർമൽ സ്പീഡിൽ തന്നെ പോകണം. ഓക്കെ, സ്പീഡൊക്കെ കുറക്കാം. ഓക്കെ, നെക്സ്റ്റ് എടുക്കാം. നമ്മളൊരു ലൈവ് ക്ലാസ് ആണെങ്കിലും നിങ്ങൾ കാണുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്, എക്സാം ടൈമിൽ മാത്രമല്ല നമ്മൾ കാണുന്നുള്ളൂ അല്ലെ. അപ്പോ ചിലപ്പോ അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്പീഡ് ഫീൽ ചെയ്തേക്കാം. ഓക്കെ, റെഡിയാക്കാം. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. നെക്സ്റ്റ് നോക്കാം. പബ്ലിക് റിലേഷൻ നോട്ട്സ്. ഓക്കെ, ആ ചെറിയൊരു നോട്ട്സ് തരാം കേട്ടോ. ചെറിയൊരു നോട്ട്സ് ആണ്. നമുക്ക് അത്യാവശ്യം വേണ്ടത് നോട്ട്സ് മാത്രം മതിയല്ലോ. നമ്മൾ കുറെ കഴിച്ച് നോട്ട്സ് എഴുതിക്കാറില്ല ഞാൻ. എനിക്ക് ആ പരിപാടി ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, കുറെ നമുക്ക് അത്യാവശ്യം പഠിക്കേണ്ടത് തന്നെ PDF ഉണ്ട്. ഇനി ഞാൻ വേറെ സെപ്പറേറ്റ് നിങ്ങളെ കൊണ്ട് കുറെ നോട്ട് എഴുതിപ്പിച്ചാല് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാകില്ലെന്ന് ഓർത്താണ് ഞാൻ നോട്ട്സ് തരാത്തത്. കുഴപ്പമില്ല, അത്യാവശ്യം വേണ്ടത് നോട്ട്സ് ഞാൻ തന്നേക്കാം. ഓക്കെ, ഇപ്പൊ നോട്ട്ബുക്ക് എടുത്തോളൂ. ചാപ്റ്ററിന്റെ പേര് കൊടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് ചാപ്റ്ററിന്റെ പേര് കൊടുക്കുക. പബ്ലിക് റിലേഷൻ. ഹെഡിങ് കൊടുത്തോ? പബ്ലിക് റിലേഷൻ. ഇന്നത്തെ ഡേറ്റ് കിട്ടോളൂ കേട്ടോ.
Then Edward Bernays. Heading കൊടുക്കുക. ഇത്തിരി ഹൈലൈറ്റ് ചെയ്ത് എഴുതിക്കോളൂ. എഡ്വേർഡ് ബെർണൈസ്. അദ്ദേഹത്തെ കുറിച്ച് ചെറിയൊരു ഷോർട്ട് ഔട്ടാ. പറ്റുമെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. എഴുതിയോ? എഡ്വേർഡ് ബെർണൈസ് എഴുതിയോ? ദെൻ അതിന്റെ താഴെ എഴുതിക്കോളൂ. നമ്മൾ മാക്സിമം ഷോർട്ട് ആക്കിയായിട്ട് എഴുതുന്നത് ഫസ്റ്റ് പോയിന്റ് എഴുതാ. ചെറിയൊരു ആരാ മാർക്കോ അല്ലെങ്കിൽ സ്റ്റാർ മാർക്ക് ഇട്ട് എഴുതിക്കോളൂ. താഴെ എഴുതണേ. ഫസ്റ്റ് വന്ന് എഴുതാ. ബോൺ ഓൺ ജനിച്ചത്. ബോൺ ഓൺ 1891. 1891. Born on 1891. നെക്സ്റ്റ് അടുത്ത പോയിന്റ്. ഫാദർ ഓഫ് ഇയർ എക്സാമിന് ചോദിക്കുമോന്ന്. ഇയർ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല അതുവരെ. പഠിച്ചോളൂ. അതിനാണല്ലോ ഞാൻ നോട്ട്സ് തരുന്നത്. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ അതാണ് എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ബുക്ക് ചോദിക്കാറുണ്ട് എപ്പോഴും. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഏതാ? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. മൂന്നാമത്തെ പോയിന്റ് എഴുതാ. ഫസ്റ്റ് ബുക്ക് എന്ന് എഴുതാട്ടോ. ഫസ്റ്റ് ബുക്ക് എന്നിട്ട് ഹൈഫൻ ഇടാം. ഫസ്റ്റ് ബുക്ക് ഹൈഫൻ ഇട്ടിട്ട് ബുക്കിന്റെ പേര് എഴുതാ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. സ്പെല്ലിംഗ് ഉണ്ടല്ലോ അതിനകത്ത്. Crystallizing public opinion. First book എന്ന് എഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. Then അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. സ്റ്റഡീഡ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. സ്റ്റഡിന്നോ സ്റ്റഡിഡ് അറ്റ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. അത്രയും മതി. അദ്ദേഹത്തെ കുറിച്ച് ഇത്രയും പറയാനും പഠിച്ചിട്ടുള്ളത് ഇതിനകത്ത്. അപ്പൊ എന്താണ്? 1891 അദ്ദേഹം ജനിച്ചത്. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ ആണ്. ദെൻ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിച്ചത്. ദെൻ കംപ്ലീറ്റ് ആയി ഒരു ബോക്സ് പോലെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ചെറിയൊരു ബോക്സ് ആക്കിക്കോളൂ. കുറച്ച് ഹൈലൈറ്റ് ചെയ്തൊക്കെ കൊടുക്കൂ. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാൻ തോന്നുള്ളൂ. ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തോട്ടോ. ഒരു ബോക്സിലാക്കിയിടാം. ഹൈലൈറ്റ് ചെയ്ത് ഒരു ബോക്സിലാക്കാം. ഓക്കെ. ദെൻ ജസ്റ്റ് പബ്ലിക് റിലേഷൻ എന്താണെന്നൊരു ചെറിയൊരു നോട്ട് പോലെ വേണോ? ഇനി ടോട്ടലി ഇതെല്ലാം ഒന്ന് വായിച്ചിട്ട് മനസ്സിലാവണമെങ്കിൽ എന്താണ് പബ്ലിക് റിലേഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞു നോട്ട് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. പബ്ലിക് റിലേഷൻ ഹെഡിങ് കൊടുക്കാം. പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് കൊടുത്തോളൂ. പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ ഹെഡിങ് കൊടുക്കുക. ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എഴുതിക്കോളൂ. ദ പബ്ലിക് റിലേഷൻ പറയുന്നത് കേട്ട് എഴുതാം. ദ പബ്ലിക് റിലേഷൻ
is responsible for responsible for hospital marketing programs, hospital marketing programs, hospital marketing programs, advertising marketing programs, comma, then advertising, comma, communication, next comma, patient satisfaction monitoring, patient satisfaction monitoring. ഒന്നുകൂടെ വായിക്കുക, ശ്രദ്ധിക്കുക. The public relation is responsible for implementation of hospital marketing programs, advertising, communication, patient satisfaction monitoring. Okay, complete ചെയ്തോ? ഒരു ഐഡിയ കിട്ടിയോ എന്താണ് പബ്ലിക് റിലേഷൻസ് എന്ന്? ഒന്ന് വായിച്ചു നോക്കി. ഏപ്രിൽ 2 ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് നമ്മൾ എഡ്വേർഡ് ബെർണാഴ്സിനെ കുറിച്ചാണ്. വായിക്കുമ്പോ ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു പോയിക്കോളൂ. ദെൻ പബ്ലിക് റിലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ടീച്ചർ അത് നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ചെയ്യും. അതുപോലെ എന്താണ് അഡ്വർടൈസിംഗ് ഉണ്ട്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. അതായത് പബ്ലിക്കിനെ കുറിച്ചും കൂടി നമ്മൾ എന്താ പറയാ, നമ്മൾ പറയില്ല അഡ്വർടൈസിംഗ് ഒക്കെ കൊടുക്കുന്ന കാര്യം. ഏതായിരുന്നു ലാസ്റ്റത്തെ ആണോ നോക്കാം. The public relation is responsible for implementation of hospital marketing programs, advertising, communication, patient satisfaction monitoring. Patient satisfaction monitoring. Okay. Then നമ്മുടെ ക്ലാസ് ആയിട്ട് ടൈം ആയി. നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ് ആണോ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഇംഗ്ലീഷ് സാറില്ല. സോ അരമണിക്കൂർ കൂടി കണ്ടിന്യൂ ചെയ്തെടുക്കുകയാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഇനിയും ടീച്ചേഴ്സ് ആയിട്ട് നോക്കോ? ബോറിംഗ് ആണോ? ഒരു അരമണിക്കൂർ കൂടി ഒന്നും കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എന്തെങ്കിലും വേണോ? ജസ്റ്റ് വെള്ളം കുടിക്കാൻ എന്തെങ്കിലും കുഴപ്പമില്ല. വേണമെന്നാണോ വേണ്ടെന്നാണോ? വേണ്ട. ഓക്കെ, വേണം. ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടല്ലേ? ഓക്കെ, നമുക്ക് റെഡി ആക്കാം കേട്ടോ. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചോളൂ, ബ്രേക്ക് എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്, ആരും പോകരുത്. ഓക്കെ, ഒരു അരമണിക്കൂർ കൂടി കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ്സ് ടൈം തരാം. ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ശരിയാക്കാം അല്ലേ? കുഴപ്പമില്ല. PDF അണ്ടർലൈൻ ചെയ്തിട്ട് തരാം.
ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് പബ്ലിക് റിലേഷൻസിന് കമ്മ്യൂണിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. There are mainly two methods. So മെയിൻ ആയിട്ട് 2 മെത്തേഡ്സ് ആണ് പബ്ലിക് റിലേഷൻ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് മെത്തേഡ്, സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഈ 2 മെത്തേഡുകൾ വഴിയാണ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പബ്ലിക് റിലേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം ഓപ്പറേറ്റീവ് മെത്തേഡ് എന്താണെന്ന്. എന്താണ് ഈ ഓപ്പറേറ്റീവ് എന്ന് വെച്ചാൽ മീനിങ്? ഓപ്പറേഷണൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓപ്പറേഷണൽ അല്ല, ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ എന്താ അതിന്റെ മീനിങ്? മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? ഓപ്പറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റീവ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ആരാ? ഓപ്പറേറ്റർ.
ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ആരാ? ക്ലാസ്സിൽ ആരും ഇല്ലേ? പ്രവർത്തിപ്പിക്കുക, പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അല്ലെ? നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആണ് നോക്കുന്നത്. ഒത്തുചേർന്ന എന്നാണോ? ഒരു പ്രവർത്തനം എന്നൊക്കെ പറയാം. നോക്കാം. ശരിയാക്കുന്ന ആൾ ഓപ്പറേറ്റർ അല്ലെ? നോക്കാം. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വായിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. These methods are basically related with every aspect of hospital operations, including those that are performed by workmen such as telephone operator, inquiry office personnel, and admission office clerk. Operative methods എന്ന് വെച്ചാല് these methods are basically related with every aspect of hospital operations. ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ആസ്പെക്ട്സും, അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഒത്തിരിയേറെ സ്റ്റാഫുകളുണ്ട് അല്ലെ? ഏതൊക്കെയാണ് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനുള്ളിലെ? ആരൊക്കെയാണ് ഹോസ്പിറ്റലിനുള്ളിൽ സ്റ്റാഫുകള്? ആരുമില്ലേ സ്റ്റാഫുകള്? പേഷ്യന്റ് മാത്രമുള്ളോ? ആരൊക്കെയാണ് സ്റ്റാഫുകള്? കമന്റ് ചെയ്യാമോ? നേഴ്സ് ഉണ്ട്. ഓക്കെ, നേഴ്സ്, ഡോക്ടർ മാത്രമേ ഉള്ളൂ. ക്ലർക്സ് ഉണ്ട്, ലാബ് ടെക്നീഷ്യന്മാരുണ്ട്, ടെക്നിക്കൽ പരമായിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, എക്സ്റേ സ്റ്റാഫുകളുണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, അറ്റൻഡർ, ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട് അല്ലെ? ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നതിനായിട്ടുള്ളതിനെയാണ് നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തരം പ്രവർത്തനങ്ങളെയുമാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത്. റിസപ്ഷൻ, സർജൻ എല്ലാവരും ഉണ്ട് അല്ലെ? ഈ പറഞ്ഞവരെല്ലാവരും ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ? വെറുതെ ഇരിക്കുകയാണ് അവിടെ. അവർക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. സോ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എല്ലാ ആസ്പെക്ട്സിലുമുള്ള ഓപ്പറേഷൻസ്, പ്രവർത്തനങ്ങളും ചെയ്യുന്ന വ്യക്തികളെയാണ് നമ്മൾ ഈ ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുത്തുന്നത്. ഇൻക്ലൂഡിങ് ആരെയൊക്കെയാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻക്ലൂഡിങ് ദോസ് ദാറ്റ് ആർ പെർഫോംഡ് ബൈ വർക്ക്മെൻ സച്ച് ആസ് ടെലിഫോൺ ഓപ്പറേറ്റർ, ടെലിഫോൺ കൈകാര്യം ചെയ്യുന്ന ആളുണ്ടാവുമല്ലോ. ദെൻ ഓഫീസ് പേഴ്സണൽ, എൻക്വയറിയില് നമ്മൾ ചെയ്യുമ്പോൾ ഒരു റിസപ്ഷൻ ഒക്കെ ഉണ്ട്. ഒരു ഫസ്റ്റ് തന്നെ റിസപ്ഷൻ ഏരിയയിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പോ എൻക്വയറിയിൽ സ്റ്റാഫ് ഉണ്ടാവും. ദെൻ നിങ്ങൾ പറഞ്ഞ പോലെ അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്, അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ എന്ന് വിളിക്കാം. ഇത്തരത്തിലുള്ളവരെയൊക്കെയാണ് നമ്മൾ ഓപ്പറേറ്റീവ് സ്റ്റാഫ് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. All those maintaining contact with the patients as well as those working behind the screen share same burden. അപ്പോ ഒരു പേഷ്യൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാത്തരം സ്റ്റാഫുകളും നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ്സിലാണ് ഉൾപ്പെടുന്നത്. നമ്മൾ പറഞ്ഞു, ഇപ്പോ സർജൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് സ്റ്റാഫ് ആയിക്കോട്ടെ, ഇവരെല്ലാം പേഷ്യന്റ് ആയിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലേ? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ചോദിക്കാറില്ലേ? അറ്റ്ലീസ്റ്റ് അറ്റൻഡറോട് നമ്മൾ ചോദിക്കാറുണ്ട്, ഡോക്ടർ വന്നോ അല്ലെങ്കിൽ ചോദിക്കാറില്ലേ നമ്മള്? ആണോ? പേഷ്യന്റ് ആയിട്ട് ഒരു കോണ്ടാക്ട് നമുക്കുണ്ട് ഇല്ലേ? സോ പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വർക്കേഴ്സുമാണ് ഓപ്പറേറ്റീവ് മെത്തേഡിൽ വരുന്നത്. അത് മാത്രമല്ല, as well as those working behind the screen share the same burden. സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മൾ പറയാറില്ലേ, അണിയറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് ഒരു വർക്കിന് അല്ലെ? നമ്മള് ഇപ്പൊ ഒരു സിനിമാ ഫീൽഡിലാണെങ്കിൽ ആ സിനിമാ ഫീൽഡില് ആക്ടറും അല്ലെങ്കിൽ ഡയറക്ടറും ആക്ട്രസും അത് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ പിന്നിൽ ഒത്തിരി പേരുടെ പ്രയത്നമുണ്ട് ഇല്ലേ? ക്യാമറാമാൻ ഉണ്ടാകും, അതുപോലെ തന്നെ വേറെ മറ്റു പല ടീം അംഗങ്ങളും ഉണ്ടാകും ആ ഒരു സെറ്റില് ഇല്ലേ? ഇങ്ങനെയാണോ? ഇല്ലേ? എന്ത് വെച്ച് റിപ്ലൈ ഇല്ലാലോ? ആണോ? ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ എടുത്ത് നോക്കൂ. ഒരു നടനോ അല്ലെങ്കിൽ നടി അല്ലെങ്കിൽ ഡയറക്ടർ അവര് മാത്രമാണോ? അവിടുത്തെ മോള് അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇല്ലേ? അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ടെലിഫോൺ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഓഫീസ് ക്ലർക്ക്. ഇവരെയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ നേരിട്ട് കാണാൻ കഴിയും. പക്ഷെ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്ലീനിങ് സ്റ്റാഫുകളുണ്ട്, വേറെ
പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലീനിങ്ങിൽ തന്നെ ഈ വേസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ബയോമെഡിക്കൽ അങ്ങനെ വേസ്റ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത സ്റ്റാഫുകളുണ്ട്. നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചോ? നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണിത് ഇല്ലേ? അപ്പോ അത്തരത്തിലുള്ള ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേഴ്സൺസുകളുണ്ട്. അപ്പൊ ഇതിലെല്ലാവരും ഉൾപ്പെടുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പോ നമ്മളൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലേ ആരെങ്കിലും ഉണ്ടോ ബാങ്കിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കൂട്ടത്തില്? ശ്രീജ ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഇപ്പൊ ബാങ്കിലൊക്കെ തന്നെ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ ബാങ്കിന്റെ ഡയറക്ട് സ്റ്റാഫുകളും ഉണ്ടാവും, ബാക്ക് ഓഫീസ് സ്റ്റാഫുകളും ഉണ്ടാവും. കേട്ടിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു? ബാക്ക് ഓഫീസ് സ്റ്റാഫ് എന്ന്, ബാക്ക് ഓഫീസിലെ സ്റ്റാഫ് ആണെന്ന് പറയും. മീൻസ് അവർ ഡയറക്റ്റ് അല്ല എങ്കിലും അതിന്റെ ഭൂരിഭാഗം വർക്കുകളും കാര്യങ്ങളും ഇവിടെ ബാക്ക് ഓഫീസ് സ്റ്റാഫുകളാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ബിഹൈൻഡ് ദ സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഇതെല്ലാം ഉൾപ്പെടുന്നു അല്ലെ? തേർഡ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ക്ലീനേഴ്സിന്റെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. അവരും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളല്ലേ? മൊത്തത്തിൽ നമ്മൾ അവരെ കാണുന്നില്ല എങ്കിൽ അവർ സ്ക്രീനിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പൊ നമ്മുടെ സിനിമ ഫീൽഡിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡയറക്ടറും അല്ലെങ്കിൽ ആ അഭിനയിക്കുന്ന ഒരു നടനോ നടിയോ മാത്രമല്ല അതിന്റെ എഫേർട്ട്, അതിന്റെ പിന്നിലെ ക്യാമറാമാൻ ഉണ്ടാവും, ചിലപ്പോ ഫുഡ് വരെ തയ്യാറാക്കുന്നവർ വരെ ഉണ്ടാവും. അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ് അല്ലെ? അവരും സെയിം ബേർഡൻ തന്നെ എഫേർട്ട് എടുത്തിട്ട് അവർ അവരുടേതായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. അതിനാണ് ഈ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് പറയുന്നത്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ക്ലിയർ ആണോ ഓപ്പറേറ്റീവ് മെത്തേഡ്സ്? നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നവർ എന്ന് പറയാം. നോൺ മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയാണല്ലോ. അപ്പോ ഇനി നോക്കാം. The three fundamental components of community operations are. 3 fundamental components ആണ് ഈ കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിൽ വരുന്നത്. നോക്കാം. Joyful and polite behavior, then quick and efficient treatment, clear environment and well appearance of the workers. ഫസ്റ്റ് വൺ എന്താ? ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. സന്തോഷവും പൊളൈറ്റ് ആയിട്ടുള്ളത് വെച്ചാൽ എന്താ? പൊളൈറ്റ് ആയിട്ട് പെരുമാറുക, സംസാരിക്കാന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതായത് സന്തോഷവും മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റം അല്ലെ? മര്യാദ മാന്യമായിട്ടുള്ള വിനീതമായി എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റം സ്വഭാവമായിരിക്കണം. സെക്കൻഡ് വൺ ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. വേഗമേറിയതും അതുപോലെ തന്നെ കാര്യക്ഷമമായിട്ടുള്ള ചികിത്സ. അതാണല്ലോ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം. മൂന്നാമത്തത് ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് വർക്കേഴ്സ് അല്ലെ? വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക. അതുപോലെ തന്നെ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സിന് ഒരു നല്ലൊരു വെൽ അപ്പിയറൻസ് ഉണ്ടായിരിക്കണം അല്ലെ? നമുക്ക് ആ ഒരു സ്റ്റാഫുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഇത് തോന്നൂലേ? ചില നമ്മളിങ്ങനെ പറയില്ലേ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലായാലും അവരുടെ പ്രവർത്തനത്തിലായാലും അവര് ഒരു സ്റ്റാഫാണെന്ന് നമ്മൾ അറിയണ്ടേ അല്ലെ? അപ്പൊ അതേപോലുള്ള ഒരു പെരുമാറ്റം, ഒരു അപ്പിയറൻസ് ആയിരിക്കണം. അപ്പോ 3 ഫണ്ടമെന്റൽ കോമ്പോണൻസ് ആണ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിൽ വേണ്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. joyful and polite behavior, then quick and efficient treatment, clear environment and well appearance of the workers. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ലൊരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ലൊരു അന്തരീക്ഷം, നമ്മളിരിക്കുന്ന ആ ഒരു ചുറ്റുപാട് അല്ലെ? ഇപ്പൊ അത്യാവശ്യ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കണം. ചെയർസും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം അല്ലെ? നല്ലൊരു എൻവയോൺമെന്റ് ആയിരിക്കുക. അതുപോലെ തന്നെ വർക്കേഴ്സിന് ഒരു നല്ലൊരു അപ്പിയറൻസ് ആയിരിക്കണം. പെരുമാറ്റത്തിലായിക്കോട്ടെ, അവരുടെ പ്രവർത്തനത്തിലും മൊത്തത്തിലും ടോട്ടലി നല്ലൊരു അപ്പിയറൻസ് കൊണ്ടുവരിക. ഫസ്റ്റ് വൺ ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. ഈ പേഷ്യൻസിനോട് ഇവരൊക്കെ സംസാരിക്കുമ്പോഴും ഒരു പൊളൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സന്തോഷവുമായിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കണം. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിൽ എടുത്ത് നോക്കുകയാണെങ്കിലേ നമ്മൾ റിസപ്ഷനിൽ വിളിക്കാറില്ലേ? അല്ലെങ്കിൽ ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടേഴ്സിനെ കാണാൻ ബുക്കിങ്ങിനെ മറ്റും വിളിക്കാറുണ്ടോ? നിങ്ങള് വിളിക്കുമ്പോ എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്?
ഭയങ്കര ദേഷ്യത്തോടെയാണോ? ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ എങ്ങനെയാണ് അവര് പെരുമാറുന്നത്? ഫോൺ എടുത്ത പടി ഭയങ്കര റഫായിട്ടാണോ? ആണോ? അല്ല, പൊളൈറ്റ് ആയിട്ടാണ് അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ മോർണിംഗ് വിളിക്കണമെങ്കിൽ ഗുഡ് മോർണിംഗ് മാം, ജസ്റ്റ് ഹോസ്പിറ്റലിലെ പേര് പറയും, ദെൻ നമ്മളുടെ കാര്യങ്ങൾ പറയും. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് തരും. സോഫ്റ്റ്ലി ആയിട്ടൊക്കെയാണെന്ന് അല്ലേ? വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു 90% ഇപ്പം പൊളൈറ്റ് ആയിട്ടും സൗമ്യമായിട്ടും അല്ലെ നല്ല രീതിയിലായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത് മാക്സിമം. അതാണല്ലോ അവരുടെ ഹോസ്പിറ്റലിൽ നിലനിർത്തുന്നത്. അതാണ് ഫസ്റ്റ് വൺ. ഇംപ്രസ് ചെയ്യിപ്പിക്കും അല്ലെ? ഹോസ്പിറ്റലിലേക്ക് നമ്മളെ വരാൻ വേണ്ടിയിട്ട് ഒരു ഇംപ്രസ് ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണ് ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ദെൻ നോക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഒക്കെ ഇങ്ങനെ പറയണോ അല്ലെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ? എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആക്കോളെന്ന് തോന്നുന്നു. അങ്ങനെയാണോ? കുറച്ച് എക്സാമ്പിൾ ഒക്കെ ഇതുപോലെ നമുക്ക് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും അല്ലെ? പറയാൻ പറ്റുന്ന തരത്തിലുള്ള എക്സാമ്പിൾ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. നോക്കാം. ഇനി ന്യൂ ഫീൽഡ് ആയതുകൊണ്ടാണ്. ഓക്കെ. എല്ലാവരും ഹോസ്പിറ്റൽ ഫീൽഡ് പഠിച്ചവര് അല്ലല്ലോ അല്ലെ? പിന്നെ കുറെ ചിലപ്പോൾ ഗ്യാപ്പുള്ളവരൊക്കെ ഉണ്ടാകാം. ഗ്യാപ്പും എങ്കിലും നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് വന്നു. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് കഴിഞ്ഞപ്പോ തന്നെ ട്രാക്കിലല്ല, ട്രാക്കിന്റെ പകുതിയായി നമ്മള് അല്ലെ? ഇത് നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. മാമിന് ബുദ്ധിമുട്ടില്ലാലോ? എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചത്? എന്താ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ടാണോ? റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടോ? റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ ചോദിച്ചത്? എക്സാമ്പിൾ പറയാൻ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ ഒരു രീതിക്കല്ലേ ഞങ്ങൾക്കും എളുപ്പം. പിന്നെ എപ്പോഴും എല്ലാ എക്സാമ്പിളും കിട്ടണമെന്നില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന എക്സാമ്പിൾ ഒക്കെ പറയും. ഓക്കെ, then some operations of improving operations of hospital in the community level. ഇനി ഹോസ്പിറ്റലിന്റെ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. നോക്കാം. ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം. ഓപ്പറേറ്റീവ് മെത്തേഡാണ് ഇപ്പൊ പറയുന്നത്, കമ്മ്യൂണിക്കേറ്റീവ് എത്തിയിട്ടില്ല. A high quality of patient care is the basis of good public relation. നമുക്കറിയാം പബ്ലിക് റിലേഷന്റെ ബേസിസ് എന്ന് പറഞ്ഞാല് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ നൽകുക അല്ലെ? അതായത് ഉയർന്ന നിലവാരമുള്ളൊരു രോഗി പരിചരണം കൊടുക്കുക. അതാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും വേണ്ടുന്ന കാര്യം അല്ലെ? അല്ലാതെ മറ്റു ഫെസിലിറ്റികളോ അത് മറ്റുമല്ല, ചികിത്സയാണ് അവിടെ ഏറ്റവും ഫസ്റ്റ്ലി വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ? ഹോസ്പിറ്റലിൽ ഇപ്പൊ ഭയങ്കര അടിപൊളിയായിട്ട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ പണിതാൽ പോലും അതിനുള്ള ചികിത്സക്കാണ് ഇമ്പോർട്ടന്റ് അല്ലെ? അപ്പോ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ നൽകുക. Then sufficient physical facility with good functional layout, waiting room with benches or chairs, water, refreshment facility in the outpatient department. അല്ലെ? അപ്പൊ നോക്കാം, ഫിസിക്കൽ ഫെസിലിറ്റി, നല്ലൊരു ഫിസിക്കൽ ഫെസിലിറ്റി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യണം. എന്തൊക്കെയാണ്? വെയിറ്റിംഗ് റൂമുകള്, അതുപോലെ തന്നെ ബെഞ്ചസ് അല്ലെ? ബെഞ്ചസ്, ചെയേഴ്സ്. നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കില്ലേ? അപ്പൊ പുറമെ റൂംസിന് പുറമെ ബെഞ്ചസും ചെയേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാകും. ഇങ്ങനെ 1-2 ബെഞ്ചസും ചെയേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെ ഡോക്ടറെ കാണാൻ ചിലപ്പോൾ ഉച്ച വരെ നിൽക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പോ അതിനായിട്ടുള്ള ചെയേഴ്സും ബെഞ്ചസും ഒക്കെ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ വാട്ടർ അല്ലെ? ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി വെക്കുക. അതുപോലെ തന്നെ ഒന്ന് റീഫ്രഷ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റികളൊക്കെ ഔട്ട് പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റിന്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാ? അത് ചോദിക്കട്ടെ, ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഔട്ട് പേഷ്യൻസിന് വേണ്ടി ചെയേഴ്സും ബെഞ്ചസും വെക്കുക, വാട്ടർ, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ഏർപ്പാടാക്കുക. അപ്പോ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഔട്ട് പേഷ്യന്റ്, ഇൻ പേഷ്യന്റ് ഒക്കെ നമ്മൾ എടുത്തതല്ലേ?
വന്നു പോകുന്നത് അല്ലെ, കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്നവരെ, വന്നു പോയിരുന്നവരെ അല്ലെ. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാലോ ഇന്നാവുന്നത്, അഡ്മിറ്റ് ആവുന്നത്. ഓക്കെ, ചോദിച്ചെന്നുള്ളത് ഇടക്കിടക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ, ഓർമ്മയുണ്ടാന്ന് നോക്കണ്ടേ, ചെക്ക് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മേക്കിംഗ് അതേഴ്സ് ഹാപ്പി, വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. Good morale of workers not only improves efficiency, but workers with a high morale work in a positive manner with one another and also with the patient in the community. ഇവിടെ പറയുന്നത് എന്താ? Making others happy, one must be happy himself. ചെറിയൊരു കോട്ട് പോലെ പറയുന്നത് കേട്ടോ. അതായത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, അതുപോലെ തന്നെ എന്താണ് മേക്കിംഗ് അതേഴ്സ് ഹാപ്പി, മറ്റുള്ളവരെ നമ്മൾ സന്തോഷിപ്പിക്കുക. അതുപോലെ തന്നെ വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്, നമ്മളും സ്വയം സന്തോഷവാനായിട്ട് ഇരിക്കുക. നമ്മൾ മറ്റൊരാളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം, അതുപോലെ നമ്മളും എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ് നോട്ട് ഓൺലി ഇംപ്രൂവ്സ് എഫിഷ്യൻസി, ഗുഡ് മൊറൈൽ ഓഫ് വർക്കേഴ്സ്, വർക്കേഴ്സിന് നല്ലൊരു മനോവീര്യം, മനോധൈര്യം. നോട്ട് ഓൺലി ഇംപ്രൂവ് എഫിഷ്യൻസി, അവരുടെ പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമത മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത്, മറിച്ച് വർക്കേഴ്സ് വിത്ത് ഹൈ മൊറൈൽ വർക്ക് ഇൻ എ പോസിറ്റീവ് മാനർ, അവർക്ക് നല്ലൊരു പോസിറ്റീവ് മാനറിൽ വർക്ക് ചെയ്യാനും വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ വിത്ത് ദ പേഷ്യന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി, അവർക്ക് നല്ല രീതിയിൽ പോസിറ്റീവ് മാനറിൽ വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പേഷ്യൻസിനോടും കമ്മ്യൂണിറ്റിനോടും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് മാനേഴ്സ് ചെയ്യാനും സാധിക്കുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, നമ്മളും സന്തോഷമായിട്ടിരിക്കുക, നല്ലൊരു പോസിറ്റീവ് മാനറിൽ പേഷ്യൻസിനോടായാലും അല്ലെങ്കിൽ നല്ലൊരു അവരുടെ വർക്കിനോടായാലും പോസിറ്റീവായിട്ട് കാണാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കാര്യം ആലോചിച്ച് നോക്കി, നമ്മൾ ഏതൊരു പ്രവർത്തനത്തിലും പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു കംഫോർട്ട് ആയിരിക്കും നമുക്ക്. ഇപ്പൊ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങളൊരു നെഗറ്റീവ് മൈൻഡോട് കൂടിയാണ് ഇരിക്കണമെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവുമോ? ഞാൻ ഇവിടെ പറയുന്നത് മാത്രം ജസ്റ്റ് കേട്ടിരിക്കാന്നുള്ളൂ, മൈൻഡ് വേറെ എന്തെങ്കിലും ആയിരിക്കാം അല്ലെ. ഞാൻ എപ്പോഴും പറയാറുണ്ട് പോസിറ്റീവ് മാനറിൽ ഇരിക്കുക. നമ്മൾ എന്ത് കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാം. നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അത് നമ്മൾ മുൻകൂട്ടി അതിനെ കുറിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. പോസിറ്റീവായിട്ട് പെരുമാറുക എപ്പോഴും. ഇവിടെ പറയുന്നത് അതാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലെ. അതുപോലെ തന്നെ എന്താ, നമ്മൾ സ്വയം സന്തോഷവാനായിട്ട് ഇരിക്കുക, അതുപോലെ തന്നെ പോസിറ്റീവ് മാനറിലായിരിക്കുക പെരുമാറേണ്ടത്. വർക്കിലായാലും പേഷ്യൻസിനോടും മറ്റു കമ്മ്യൂണിറ്റിയിലായാലും പോസിറ്റീവായിട്ട് തന്നെ പെരുമാറുക. ഒരു ഹാപ്പിനെസ് അപ്പോൾ തന്നെ നമ്മളുടെ മുഖത്ത് തന്നെ പ്രതിഫലിക്കാൻ സാധിക്കും, എപ്പോഴും ഒരു പോസിറ്റീവിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഫേസിൽ അത് ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കും. നിങ്ങളൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ ഫേസിൽ എടുത്തു കാണിക്കാറില്ലേ? ആണോ? നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ? എന്തോ എന്തെങ്കിലും മൂഡ് ഓഫ് ആണോ എന്ന് നമുക്ക് നമ്മളെ കൂടുതൽ അടുത്തറിയുന്നവർക്ക് മനസ്സിലാകും. അപ്പൊ ഇവിടെ പറയുന്നത് തന്നെയാണ്, ഈ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകള് അവര് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കില്ല അവര് പേഷ്യൻസിനോട് പെരുമാറുന്നത്. ആണോ? ചില നഴ്സുമാരൊക്കെ ഉണ്ടാകും, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നല്ല. നിങ്ങൾക്ക് ഇനി എങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല. ചില നഴ്സുമാരൊക്കെ ഭയങ്കര ദേഷ്യപ്പെട്ട് ചിലപ്പോ അവരുടെ മൈൻഡിൽ എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോ നമ്മൾ ചോദിക്കുമ്പോഴും അവര് ആ ഒരു ഇതിലായിരിക്കും പറയുന്നത് അല്ലെ. ഇവിടെ പറയുന്നത് എന്താ, മറ്റുള്ളവരെ ഹാപ്പി ആക്കാം, സ്വയം ഹാപ്പി ആയിട്ട് ഇരിക്കുക, പോസിറ്റീവ് മൈൻഡോട് കൂടി പെരുമാറുക. അപ്പൊ കാര്യം മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് നോക്കാം. Operating efficiency with effective coordination among all clinical departments and other supportive services arises from good administration, organization structure, policies, procedures, and authority and responsibility should be clearly understood by each staff. Operating efficiency with effective coordination. നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിനുള്ളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ. പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഫാർമസി ഉണ്ട്,
എക്സ്റേ ഉണ്ട്, ലാബ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. സോ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ നല്ലൊരു കോർഡിനേറ്റിംഗ് വേണം, ഒത്തൊരുമിച്ച് തന്നെ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഒരു ടീമാണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഉള്ളൊരു ടീം, അങ്ങനെയുള്ള ഒരു ഇതല്ല വേണ്ടത്. അവര് ഒരുമിച്ച് എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം അവർ പ്രവർത്തിക്കേണ്ടത് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും സപ്പോർട്ടീവ് സർവീസസ് അല്ലെ, ഒരു എന്താ സഹായ സേവനങ്ങളും കാര്യങ്ങളും പരസ്പരം മറ്റു ഡിപ്പാർട്ട്മെന്റുകളായിട്ടൊക്കെ സഹകരിച്ചിട്ട് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ എന്താണ് സപ്പോർട്ടീവ് സർവീസ് അറൈസ് ഫ്രം ഗുഡ് അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ നമ്മൾ നല്ലൊരു ഫലപ്രദമായിട്ട് അവർ തമ്മിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനമാണെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു മികച്ച അഡ്മിനിസ്ട്രേഷൻ, നല്ലൊരു അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ എന്താണ് സംഘടനയും ഓർഗനൈസേഷനും ദെൻ പോളിസീസ് നയങ്ങൾ, അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ പ്രൊസീജിയേഴ്സ്, ദെൻ അധികാരവും ഉത്തരവാദിത്തവും എന്നിവയൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റു ഡിപ്പാർട്ട്മെന്റിനെതിരാണെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ? ഇല്ല. സോ നല്ല രീതിയിൽ അവർ സപ്പോർട്ടീവായിട്ടും സർവീസസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു അഡ്മിനിസ്ട്രേഷനും ഓർഗനൈസേഷനും അവിടുത്തെ പോളിസീസും നയങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി, ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വായിച്ചു നോക്കാം. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓപ്പറേറ്റീവ് മെത്തേഡ്സ്. നെക്സ്റ്റ് ഇനി കമ്മ്യൂണിക്കേറ്റീവ് ആണ്. ഓപ്പറേറ്റീവ് ഒന്ന് വായിച്ചു നോക്കാം. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ.
മാം പോയിട്ടില്ല, ടെക്നിക്കൽ ഇഷ്യൂ ചെറുതായിട്ട് വന്നു, ഓക്കെ ആയി. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച എല്ലാവരും? ഓക്കെ. അശ്വതി മാം വന്നു തുടങ്ങിയിട്ടില്ല. ഈ വീക്ക് എന്തായാലും വരുമായിരിക്കും. നമ്മളെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഇനി നമുക്ക് വരുന്നത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിലെ കുറച്ച് കാര്യങ്ങളാണ്. ദെൻ കണ്ടിന്യൂ ചെയ്യണോ? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കോട്ടെ. നിർത്താം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാന്നല്ലേ? ഓക്കെ, കുഴപ്പമില്ല. അറിയാം കുറച്ച് ബോറിംഗ് ആണ് അല്ലെ? കുഴപ്പമില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തുടങ്ങി നോക്കാം കേട്ടോ. നമ്മൾ എടുത്ത എത്ര നോക്കാം. നമ്മൾ ആദ്യം പബ്ലിക് റിലേഷനെ കുറിച്ച് നോക്കി. ആ PDF ഇല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ PDF ഓക്കെ ആകുമല്ലോ. നമുക്ക് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എഡ്വേർഡ് ബെർണാഴ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ബോർഡിൽ നല്ല PDF ഇഷ്യൂ ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ അത് കുറച്ച് ലേറ്റ് ആയി പോയി, കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് കോപ്പി എടുത്ത് വെച്ചോളൂ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. എഡ്വേർഡ് ബെർണാഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ദെൻ ഒരു ഡെഫിനേഷൻ ഉണ്ട്, ജോൺ മില്ലറ്റ് ആണ് ഡെഫിനേഷൻ എഴുതിയത്. പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് വാട്ട് ദ പീപ്പിൾ ഹോപ്സ് ഫോർ ആൻഡ് എക്സ്പ്ലൈനിങ് ഹൗ അഡ്മിനിസ്ട്രേഷൻ സാറ്റിസ്ഫൈങ് ദിസ് ഡിസയേഴ്സ്. ദെൻ അടുത്തത് നമ്മള് നീഡ്സ് ഓഫ് പബ്ലിക് റിലേഷനെ കുറിച്ചാണ് പറഞ്ഞത്, നീഡ്സുകളെ കുറിച്ച്. ദെൻ മെത്തേഡ്സ്, മെയിൻ ആയിട്ട് പബ്ലിക് റിലേഷൻ നിലനിർത്താൻ 2 മെത്തേഡ്സ് ആണ്. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ബാക്ക് ഓഫീസിലും എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫുകളും ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുന്നു. ഇതുവരെയാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് കൂടി എടുക്കാം. ഓക്കെ, അപ്പൊ അതുവരെ നെക്സ്റ്റ് ക്ലാസ്സിൽ PDF ഒക്കെ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കണോ. അപ്പൊ നമുക്ക് അണ്ടർലൈനിലേക്ക് ചെയ്യാം. ഓക്കെ, ഇത്ര മതിയല്ലെന്ന്, കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ട് അല്ലെ? പിന്നെ എടുത്താല് മൊത്തത്തില് ബോറാക്കണില്ല. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കാരണം അടുത്ത ക്ലാസ്സിൽ എടുക്കണുള്ളൂ ഇനി. ഓക്കെ, പക്ഷെ PDF തരാൻ വൈകിയത് കൊണ്ട് ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ മനസ്സിലാകും കേട്ടോ, കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, അതിനുള്ളതുണ്ടല്ലോ, കുഴപ്പമില്ല. PDF ഇന്നിപ്പോ മോർണിംഗ് ആണല്ലോ നിങ്ങൾക്ക് തന്നത്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ PDF ഒക്കെ എടുത്ത് വെക്കുക. അണ്ടർലൈൻ ഒക്കെ നമുക്ക് ഒരു ജനറൽ ഡൗട്ട് ചോദിച്ചോട്ടെ. നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 2 ബാച്ച് ഉള്ളതായിട്ടാണ് എനിക്ക് അറിയണത്. 2 ബാച്ച് മീൻസ് S5. അപ്പം അവർക്ക് നേരത്തെ ക്ലാസ് എടുത്തു കഴിഞ്ഞു. പക്ഷെ നമ്മൾക്ക് കുറച്ച് വൈകിപ്പോയി. എന്തായിരിക്കും മാം അതിന്റെ ഒരു എന്താന്നറിയാമോ? ക്ലാസ് എടുത്ത് കഴിഞ്ഞു മീൻസ് അതായത് ഫസ്റ്റ് ടേം സെക്കൻഡ് മൊഡ്യൂള് പെട്ടെന്ന് തീർന്നതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണോ? അതെ, നമ്മളെക്കാളും അവർക്ക് മുമ്പ് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ അവർക്ക് ഫസ്റ്റ് എക്സാം വെച്ചത്. ഫസ്റ്റ് എക്സാം വെച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ? അല്ല, നിങ്ങൾ നിങ്ങളുടെ ജോയിൻ ടൈമും അവരുടെ ജോയിൻ ടൈമും കുറച്ച് വ്യത്യാസമുണ്ട്. മീൻസ് അധികം വ്യത്യാസം ഇല്ലെങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ട് പോയിട്ടുണ്ടല്ലോ. നമുക്ക് ചിലപ്പോ അവധി ദിവസങ്ങൾ വന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. അല്ലാതെ നമ്മള് പരമാവധി വലിച്ചു നീട്ടാറില്ല. മാക്സിമം നിങ്ങളുടെ ടൈമിനുള്ളിൽ തന്നെയാണ് നമ്മൾ തീർക്കാൻ ശ്രമിക്കുന്നത്. അല്ല, എല്ലാ ടീച്ചേഴ്സും ആദ്യം എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് കൂടെ ഒരു കൺവീനിയന്റ് ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും സ്പീഡ് കൂട്ടും, എല്ലാവരും, മാം മാത്രമല്ല എല്ലാവരും സ്പീഡ് കൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് എടുക്കുന്നത് കുറച്ചുകൂടെ ഇതായിട്ടാണോ, സ്ലോ ആണ് എടുക്കുന്നത് തോന്നിയിട്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. സ്ലോ ആയിട്ട് എടുക്കണില്ല, സ്പീഡ് കൂട്ടി എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. എങ്കിലും സ്പീഡിലാണ് പോകുന്നെങ്കിലും മാക്സിമം എല്ലാവരും, എനിക്ക് തോന്നുന്നു മാക്സിമം 2 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും ഓരോ ടീച്ചേഴ്സും. ഇല്ലേ, അങ്ങനെയാണോ? അതെ മാം, അതെ മാം, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്പീഡിൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകാതെ ഒരു ടീച്ചേഴ്സും സ്പീഡിൽ ഫോളോ ചെയ്ത് പോകില്ല. മാക്സിമം അവര് 2 പ്രാവശ്യം റിപ്പീറ്റ് എങ്കിലും ചെയ്തിട്ടാണ്.
അല്ല മനസ്സിലാവുന്നുണ്ട്. അല്ല പെട്ടെന്ന് സ്പീഡ് കൂട്ടിയപ്പം ഞാൻ അങ്ങനെ ചോദിച്ചു പോയതാണ്. പോർഷൻസ് കുറച്ച് നിങ്ങൾക്ക് അവധി ദിവസങ്ങളും അങ്ങനെയൊക്കെ നമ്മുടെ ക്ലാസ് മിസ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് നിങ്ങളുടെ ടൈമിനുള്ളിൽ നിങ്ങളുടെ കോഴ്സിന്റെ ആ ടൈമിനുള്ളിൽ തന്നെ കറക്റ്റ് എക്സാം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകണമല്ലോ. അതുകൊണ്ട് നമ്മള് ഒരു കുറച്ച് സ്പീഡിൽ പോയെന്നുള്ളൂ കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മള് സ്കിപ്പ് ചെയ്ത് അങ്ങനെ മനസ്സിലാകാത്ത രീതിയിൽ ഓടിച്ചിട്ട് ഒരിക്കലും പറയില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ സ്പീഡ് കൂടുമ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ. ടീച്ചർ ഒട്ടും മനസ്സിലാവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞോളൂ. കുറച്ച് സ്പീഡിലൊക്കെ പോകാലോ. ഭയങ്കര നമ്മള് ഇപ്പൊ നമ്മളിപ്പോ തേർഡ് മൊഡ്യൂൾ ഇപ്പൊ തുടങ്ങിയപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ. ഞാൻ കുറച്ച് കയ്യിൽ എക്സാമ്പിൾ ഒക്കെ എടുത്തിട്ടപ്പോ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തോന്നി ഇല്ലേ. അപ്പൊ അല്ലാതെ നമ്മളെ ഒരു കാര്യം ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് വായിക്കുമ്പോഴും അതും ഇച്ചിരി പോറാണ്. ഞാൻ എന്റെ ഒരു നോർമൽ സ്പീഡിൽ തന്നെയാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. പിന്നെ ചിലപ്പോ ഇതുപോലെ ഞാൻ പറയല്ലോ കണ്ടിന്യൂസ് നമ്മൾ ക്ലാസ്സുകൾ കയറേണ്ടത്. അപ്പോ ഒരു ഫ്ലോയിൽ ചിലപ്പോ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ പറയാറുണ്ടല്ലോ സ്പീഡ് കൂടുകയാണെങ്കിൽ നിങ്ങൾ അപ്പൊ പറഞ്ഞോളൂ. നമ്മൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ ഓക്കെ മാം. അപ്പോ അടുത്ത ക്ലാസ്സിൽ PDF ഒക്കെ ഓക്കെ ആക്കും കേട്ടോ. PDF ഒക്കെ കോപ്പി എടുത്ത് വെച്ചോളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഇല്ല കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തെടുത്തത്. ഓക്കെ.